കർത്താവ് നമ്മളോട് കൂടിയുണ്ട്. ഇന്ന് പകൽ നേരവും കർത്താവിൻ്റെ കൃപയ്ക്ക് കീഴിൽ നമ്മളായിരിക്കുവാൻ, കർത്താവിൻ്റെ ആശ്വാസം നമ്മൾ ഇന്ന് പകൽ നേരം അനുഭവിക്കുവാനൊക്കെയും കർത്താവ് നമ്മളെ സഹായിച്ചു. സ്തോത്രം. ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുന്നു നമ്മൾ ഓരോരുത്തരും. സ്തോത്രം. ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയാകുന്ന വചന ശുശ്രൂഷയിലേക്ക് സ്തോത്രം അടിയൻ പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ നമ്മളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ദൂരത്തും ചാരത്തുമായി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മെ ബലപ്പെടുത്തുന്ന, അല്ലെ നമ്മളെ ഒരുക്കിയെടുക്കുന്നത് ജീവന്റെ വചനമാണ്. രക്ഷിക്കപ്പെട്ടവർ, അഭിഷേകത്തിൽ നിറയപ്പെട്ടവർ, അവരുടെ ആത്മീക ആഹാരം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഇന്ന് പകൽനേരം മാറ്റമില്ലാത്ത ജീവന്റെ വചനത്തിലേക്ക് നമുക്ക് ഒരിക്കൽ കൂടെ അടുത്തു വരാം. അതിൻ്റെ ചിന്തയ്ക്കായിട്ട് എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം മുതൽ വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം, അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം മുതൽ. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടന്നതുപോലെ നിങ്ങളിനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയ കാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ വിശുദ്ധന്മാർക്ക് ഈ ലേഖനം എഴുതുമ്പോൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒത്തിരി വിഷയങ്ങൾ സഭയോട് പൗലോസ് പറയുന്നുണ്ട്. താൻ ആത്മാവിൽ സ്വതവരങ്ങളെ പ്രാപിച്ചു, കൃപകളെ പ്രാപിച്ച്, ദൈവസന്നിധിയിൽ നിന്ന് ഉപദേശങ്ങളെ പ്രാപിച്ചു, സ്വന്തം ആത്മീക മർമ്മങ്ങളെ ഗ്രഹിച്ച് മുന്നേറുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് രക്ഷിക്കപ്പെടുന്ന ഒരു ദൈവ പൈതലിന്റെ ആത്മീക വളർച്ചയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്ക് വളരെ സുപരിതമായ വാക്യമാണിത്. നമ്മൾ മനസ്സിലാക്കണം, ഈ വാക്യത്തിലൂടെ ആത്മീക ജീവിതം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ എന്താണ്? ആത്മീകം, നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി ആത്മീക ജീവിതത്തിൻ്റെ അകത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. നമ്മുടെ അകമേയുള്ള മനുഷ്യന്റെ സ്ഥിതി, അകമേയുള്ള മനുഷ്യന്റെ സ്റ്റാറ്റസ്, ക്വാളിറ്റി, ഇതെല്ലാം ആത്മീക ജീവിതത്തിൻ്റെ അകത്ത് പരമ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഹല്ലേലൂയ. അതായത് നമ്മൾ പുറമേ അല്ല, അകമേയാണ് സ്തോത്രം ഒരു ആത്മീകനെ സംബന്ധിച്ച് അവൻ്റെ അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നത്. അവൻ്റെ കാര്യപരിപാടികൾ പുറമേ അല്ല, അകമയാണ്. കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ്. പുറമേ അല്ല, അകമേ തന്നെയാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ വളരെ ശ്രദ്ധയോടെ സഭയോട് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ജാതികളെ പോലെ ആകരുത്. ആമേൻ. ജാതികളെ പോലെ ആകരുത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ജാതികളെ പോലെ ആകരുത്. അപ്പം നമ്മൾ ആരെ പോലെ അല്ല? ജാതികളെ പോലെ അല്ല. ഒരിക്കലും രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതല് ജാതീയ ജീവിതവുമായിട്ട് ബന്ധമില്ലെന്ന് വേണം മനസ്സിലാക്കുവാൻ. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ആത്മാവിൽ സ്തോത്രം സഞ്ചരിക്കുന്നവരാണ്, ആത്മാവിൽ നടത്തപ്പെടുന്ന വ്യക്തിയാണ്. അവന്റെ ജീവിതത്തിലെ ഏതൊരു കാര്യത്തിനും അവൻ കാര്യങ്ങൾ ആരായുന്നത് പരിശുദ്ധാത്മാവിനോടാണ്. അവന്റെ കാര്യങ്ങളെല്ലാം അവൻ ഡീല് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് അനുസരിച്ചാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവൻ ദൈവ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയായി തീരണം. ദൈവ കുടുംബത്തിൽ ജനിക്കണമെന്നുണ്ടെങ്കിൽ ആത്മാവിൽ വീട്ടിൽ ജനനം പ്രാപിക്കണം. ദൈവരാജ്യം അവകാശമാക്കുന്ന നിലവാരത്തിൽ ജീവിക്കുന്നവനായി തീരണം. അതായത് നാം ഇതുവരെ കാണാത്ത ഒരു രാജ്യത്തിനായിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ഒരുങ്ങുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾ, ചിന്തകൾ, എല്ലാ ഇടപാടുകളും നിലനിൽക്കുന്ന ദൈവരാജ്യം പ്രാപിക്കുവാൻ തക്കതായ നിലവാരം സൂക്ഷിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അത് കാഴ്ചയാലല്ല, അത് വിശ്വാസത്താൽ തന്നെയാണ്. ആമേൻ. അപ്പോൾ
ഈ ലേഖനത്തിന്റെ അകത്ത് പൗലോസ് പറയുന്ന ജാതീയമായി ജീവിക്കുന്ന ഒരു അനുഭവം നമുക്ക് മുമ്പുണ്ടായിരുന്നു. നമുക്കൊരു കാലഘട്ടം നാം ജാതീയരായി ജീവിച്ചിരുന്ന കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നാം ഒരിക്കൽ ജാതികളെ പോലെ ചിന്തിച്ച, പ്രവർത്തിച്ച, നടമാടിയ ഒരു കാലഘട്ടം നമ്മുടെ പിന്നിൽ കിടപ്പില്ലേ? അതിൽ നിന്നാണ് നാം വീണ്ടും ജനനം പ്രാപിച്ചു വന്നിരിക്കുന്നത്. ആ മനുഷ്യനെ നമ്മൾ ക്രിസ്തുയേശുവിന്റെ ക്രൂശ് മരണത്തിൽ നാം അവനോടുകൂടെ അടക്കി. നമ്മുടെ പഴയ മനുഷ്യനെ, പാപ മനുഷ്യനെ അടക്കി. അപ്പോൾ തന്നെ നമ്മുടെ ആത്മാവ് രക്ഷ പ്രാപിച്ചപ്പോഴും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മൾ ഇന്നും കാത്തിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മൾ ഇന്ന് കാത്തിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്, രക്ഷിക്കപ്പെട്ട നമ്മുടെ ആത്മാവ് പരിശുദ്ധാത്മാവിനനുസരിച്ച് ജീവിക്കുമ്പോൾ വീണ്ടെടുപ്പ് പ്രാപിക്കേണ്ട നമ്മുടെ ശരീരം ആത്മാവിന്റെ പ്രവർത്തികൾക്ക് വേണ്ടി നമ്മൾ കീഴ്പ്പെടുത്തുക, അതിനെ ജയിക്കുക എന്ന വലിയ ഒരു ദൗത്യത്തിന്റെ മുമ്പിലാണ് രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയും നിലനിൽക്കുന്നത്. നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഈ ജഡം ഈ ജഡത്തിന്റെ സ്വഭാവം കാണിക്കും, ജഡത്തിന്റെ മോഹങ്ങൾ വെളിപ്പെടുത്തും, ജഡത്തിന്റെ താല്പര്യങ്ങൾ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. നാം ഓരോരുത്തരും ജഡത്തെ അനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം നമ്മെ സ്വാധീനിക്കും. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൃപയോടും കൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ജഡത്തിന്റെ പ്രവർത്തികളെ ചെയ്യുകയില്ല. ഈ വലിയ ദൗത്യത്തിലാണ് ഓരോ രക്ഷിക്കപ്പെട്ട ദൈവവൈതലും നിത്യത എന്ന നമ്മളുടെ ദൈവരാജ്യ പ്രവേശനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ സൂക്ഷിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നാം ആരോടാണ് ബാധ്യതയുള്ളത്? നാം ജീവനുള്ള ദൈവത്തോടാണ് ബാധ്യതയുള്ളത്. വചനം പറയുന്നു, നിങ്ങൾ പാപം ചെയ്താൽ, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് നടന്നാൽ നിങ്ങൾ ജഡത്തിനല്ല കടക്കാരാകുന്നത്. അല്ലേ? റോമാലേഖനം വ്യക്തമായി പഠിപ്പിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ ജഡത്തിനല്ല കടക്കാരാകുന്നത്. ഹല്ലേലൂയ. അത് വളരെ അപകടം നിറഞ്ഞൊരു കാര്യമല്ലേ? ഹല്ലേലൂയ. നമുക്ക് ബോധിച്ച പോലെ നമ്മൾ ജീവിച്ചാൽ നമ്മൾ കടം പറയേണ്ടി വരുന്നത്, ഹല്ലേലൂയ സ്തോത്രം, ആരോടാണ്? ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ ജഡത്തോടുള്ള കടമായി തീരും. നമ്മൾ ആത്മാവിന്റെ മുമ്പിലാണ് നമ്മൾ കടമായി തീരുന്നത്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നമുക്കതിന്റെ നമുക്ക് ചില വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. റോമാലേഖനം സ്തോത്രം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 2 മുതൽ വായിച്ചോ. പാപസംബന്ധമായി മരിച്ചവരായെന്നോ ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായെന്നോ. ഇവിടെ ശ്രദ്ധിക്കണം, വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തി എന്ന് പറയുന്നത് സ്നാനമേറ്റ് നമ്മുടെ പഴയ സൃഷ്ടിയെ ക്രിസ്തുവിനോടുകൂടെ അടക്കം ചെയ്തവരാണ് വീണ്ടും ജനനം പ്രാപിച്ചവർ നാം ഓരോരുത്തരും. അങ്ങനെയാണെങ്കിൽ ആ വചനം പറയുന്ന അടുത്ത വായിച്ചേ. പാപസംബന്ധമായി മരിച്ചവരായെന്നോ ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അടുത്തത് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായെന്നോ എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ അനുദിന ജീവിതത്തിൽ എന്റെ പഴയ സൃഷ്ടിയെ ക്രിസ്തുയേശുവിനോട് അടക്കം ചെയ്തു. അതായിരുന്നു നാം വെള്ളത്തിൽ നമ്മൾ സ്നാനപ്പെട്ടപ്പോൾ നമ്മുടെ മനസാക്ഷിയുടെ, നല്ല മനസാക്ഷിയുടെ അടയാളമാകുന്ന സ്നാനം നമ്മൾ ഏറ്റപ്പോൾ നമ്മുടെ പഴയ മനുഷ്യനെ അവനോടുകൂടെ അടക്കി, പാപ മനുഷ്യനെ ക്രിസ്തുവിനോടുകൂടെ അടക്കി. ഇന്ന് നാം നീതിക്ക് വേണ്ടി ജീവിക്കുകയാണ്, വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അറിവിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, നമ്മുടെ പഴയ സൃഷ്ടിയെ നമ്മൾ അടക്കിയിരിക്കുകയാണ്, പാപ മനുഷ്യനെ നമ്മൾ അടക്കിയിരിക്കുകയാണ്. ആ ശുശ്രൂഷ നമ്മൾ നിവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. വായിച്ചേ. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അടുത്തത് ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. കണ്ടോ? അപ്പോ ക്രിസ്തു മരണവാസങ്ങൾ അഴിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് തേജസ് പ്രാപിച്ച് ഉയർത്തതുപോലെ തന്നെ
നമ്മൾ അതുപോലെ മഹത്വത്തോടെ നടക്കേണ്ടതാവുന്നു. എങ്ങനെ? നാം ക്രിസ്തു രൂപാന്തരം പ്രാപിച്ചു ഉയർത്തെഴുന്നേറ്റെങ്കിൽ നാം ഇന്ന് അതേ പുതുക്കത്തിൽ നടക്കണം. അപ്പോൾ നമ്മളിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ലോകത്തിലേക്ക് തിരിക്കുവാൻ നമ്മളെ അനുവദിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് നിത്യ ദൈവ രാജ്യത്തിലേക്ക്, നിലനിൽക്കുന്ന സ്വർഗീയ സിയോണിലേക്കാണ് നമ്മുടെ ദർശനങ്ങളെ തിരിക്കുന്നത്. നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ലോകത്തിന്റെ മോഹത്തിലേക്ക് നമ്മളെ തിരിക്കരുത്. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നമ്മളിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവല്ലെന്ന് മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മൾ സ്വന്തം ലോകകാര്യങ്ങളുടെ പിന്നാലെ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നെങ്കിൽ നമ്മളിൽ ഇരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല. ദൈവത്തിന്റെ ആത്മാവ് ലോകത്തിന്റെ മോഹത്തിലേക്ക് നമ്മളെ തിരിക്കത്തില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളത്തിൽ അസ്വസ്ഥത വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് പറയുകയാണ്, മകനെ മകളെ നീ മടങ്ങി വരിക, നിന്റെ ഉള്ളം അതിൽ നിന്ന് വേർപെട്ടിരിക്കുക. നീ എവിടെയെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ അത് ഏറ്റു പറയുക. നിന്റെ ഉള്ളിൽ സ്വന്തം പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, നമ്മളുടെ വഴികളിൽ എവിടെയെങ്കിലും വീഴ്ചയെ കർത്താവ് കണ്ടിട്ടുണ്ട്. അതിൽ നിന്ന് മടങ്ങി വരുവാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ ഉത്സാഹിപ്പിക്കുകയാണ്. ആമേൻ. വായിച്ചാട്ടെ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുത്ഥാനത്തിന്റെ സാദൃശ്യത്തോടും. അപ്പോൾ ശ്രദ്ധിക്കണം, മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കുക എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് നടക്കുന്നല്ല, അനുദിനം നമ്മൾ അത് സംഭവിച്ചേ കഴിയത്തുള്ളൂ. അപ്പോൾ മരണത്തിന്റെ സദൃശ്യത്തോട് ഏകീഭവിക്കേണ്ടതിന് നമ്മൾ സ്നാനമേറ്റു. പ്ലസ് നമ്മൾ അനുദിന ജീവിതത്തിൽ നമ്മൾ മരിക്കുന്നവരായി തീരണം. അതായത് നമ്മുടെ സ്വഭാവത്തെ മരിപ്പിക്കുവാൻ, ജഡത്തിന്റെ സ്വഭാവങ്ങളെ മരിപ്പിക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ മാത്രമാണ് നമ്മുടെ മർത്യ ശരീരം രൂപാന്തരപ്പെടുകയുള്ളൂ. അല്ലാതെ ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, നമ്മളിലെ സ്വയം, നമ്മുടെ സ്വയത്വം എല്ലാം മാറണം. ജഡ സ്വഭാവങ്ങളെല്ലാം മാറണം. നമ്മളിൽ ക്രിസ്തു വസിച്ചെങ്കിലേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ ഇത് വായിക്കുമ്പോൾ നമുക്കിവിടെ മടങ്ങി വരണം, എഫേസ്യ ലേഖനത്തിലും മടങ്ങി വരണം. ഇതിന്റെ കൂടെ വായിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദിനംതോറും മരിക്കുന്നവരാണല്ലോ. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം, അതിന്റെ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം. ഹല്ലേലൂയ. ഇത് വളരെ സുപരിതമായൊരു വാക്യമാണ്. സ്തോത്രം. അവിടെ വായിക്കുന്നത് സ്തോത്രം അവിടെ അതിന്റെ 5 അല്ലേ? വായിച്ചേ, 2:5 വായിച്ചേ. ക്രിസ്തുയേശുവിലുള്ള പാപം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇത്രയും കാര്യം പൗലോസ് ഇവിടെ പറയുമ്പോൾ ഇവിടെ കാണുന്നത്, കർത്താവ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദൂതന്റെ രൂപത്തിലാകാതെ മനുഷ്യ രൂപത്തിലേക്കും താഴ്ന്നു വന്നു. അതാണ് ഇവിടെ കാണുന്ന വാക്യം മുഴുവൻ കാണുന്നത്. താഴ്ച അനുഭവിക്കുക. സ്തോത്രം. നമ്മൾ താഴ്മ അനുഭവിക്കുക, താഴ്ച അനുഭവിക്കുക. ഇത് ക്രിസ്തു നമുക്ക് വരച്ചു കാണിക്കണം. പുത്രനാകുന്ന യേശു ക്രിസ്തു തന്നെയും ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ അവിടെ വായിക്കുന്നു, ദാസരൂപമെടുത്ത് അവൻ ദൈവ രൂപത്തിലേക്ക് ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി. ശ്രദ്ധിക്കണം, മനുഷ്യ സാദൃശ്യത്തിൽ വരുമ്പോഴും പുത്രൻ പിതാവിന്റെ സന്നിധിയിൽ പരിശോധിക്കുന്നുണ്ട്. എത്രത്തോളമാണ് പിതാവിന്റെ പ്രസാദം വെളിപ്പെടുന്നത്. അപ്പോൾ മനുഷ്യ സാദൃശ്യത്തിലായാലും കഴിയില്ല, വീണ്ടും താഴോട്ട് താഴണം, വീണ്ടും താഴ്ച വന്നേ മതിയാകത്തുള്ളൂ. അവിടെ വായിക്കുന്ന എന്താണ്? അവിടെ വായിക്കുന്ന ദാസരൂപമെടുത്ത മനുഷ്യ സാദൃശ്യത്തിലായി. അടുത്ത 8-ാം വാക്യം, തന്നെത്താൻ ഒഴിച്ച്. ശ്രദ്ധിക്കണം, അയ്യോ, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അപ്പോൾ ശ്രദ്ധിക്കണേ, ക്രിസ്തു തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി തീർന്നു. നമ്മോട് കർത്താവ് പറയും, താൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. ആളുകൾ എങ്ങനെയാണ് നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പന എന്ന് പറയുന്നത്? തന്നെത്താൻ ത്യജിച്ച്.
എന്നേക്കാൾ അധികമായ അപ്പനെയോ അമ്മയോ സഹോദരങ്ങളോ ഭർത്താവിനെയോ ഭാര്യയോ വസ്തുവകളോ പ്രിയപ്പെടുന്നവൻ എനിക്ക് കൊള്ളാവുന്നവനല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കട്ടെ, ക്രിസ്തു നമ്മെ പിതാവിനോട് അടുപ്പിക്കേണ്ടതിന് തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയുമ്പോൾ മരണത്തോളം അനുസരണയുള്ളവനായി തീർന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? നമ്മളിലെ സ്വയം ഒന്ന് മാറണം, ഞാനെന്ന ചിന്ത മാറണം. എനിക്ക് എൻ്റെ കാരണം എന്നാന്നറിയാവോ? ഇത് പറഞ്ഞു തുടങ്ങുന്ന നമ്മൾ വായിച്ച 2 സ്തോത്രം 5-ാം വാക്യം നമ്മൾ വായിച്ചു തുടങ്ങുക. 2:5 മുതൽ വായിച്ചു തുടങ്ങുന്നത്. അതിന്റെ 4-ാം വാക്യത്തിൽ എഴുതി കിടപ്പുണ്ട്, സ്വന്തം ഗുണമല്ല, ശ്രദ്ധിക്കണേ, ദൈവപുത്രനെ മരണത്തോളം അനുസരണയുള്ളവനായി തീരേണ്ടതിന് ദാസരൂപമെടുത്തു, സ്വന്തം താഴ്ച വന്നവനായി തീർന്നു. അങ്ങനെയെങ്കിൽ ക്രിസ്തു നോക്കിയത് നമ്മുടെ ഗുണം വെളിപ്പെടേണ്ടതിന് വേണ്ടിയാണ്. അവൻ സ്വന്തം നമുക്ക് വേണ്ടി തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി ഇറങ്ങി വന്നത്. മനസ്സിലാക്കണം, ഇതാണ് മാതൃക എന്ന് പറയുന്നത്. നമ്മുടെ അടുത്തിരിക്കുന്നവന്റെ ഗുണം നോക്കണം. അതായത് അവൻ വിശുദ്ധനാണെങ്കിൽ അത് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകത്തുള്ളൂ. അപ്പോൾ നമ്മുടെ അടുക്കലിരിക്കുന്ന വ്യക്തി തന്നേക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ പൂരിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഇത് വിശുദ്ധന്മാരുടെ ഇടയിൽ നടക്കുന്ന കാര്യമാകട്ടോ. ഇതിലൊരു മദ്യപാനി ഇല്ല, ഇതിലൊരു ദുർനടപ്പുകാരനില്ല, ഇന്നത്തെ ഒരു വെട്ടിപ്പുകാരനില്ല, കൈക്കൂലിക്കാരനില്ല, വ്യഭിചാരിയില്ല, മദ്യപാനിയില്ല. ഇതിൻ്റെ ഒന്നും മനസ്സിലാവുന്നുണ്ടോ? ഇത് വിശുദ്ധന്മാരുടെ ഇടയിലുള്ള കാര്യം മാത്രമാണ്. അപ്പോൾ നമ്മെ കർത്താവ് വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി സ്വർഗമഹത്വം വിട്ട് ഇറങ്ങി വന്നെങ്കിൽ ഈ മാതൃകയാണ് നമ്മുടെ ജീവിതത്തിലും വേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ മറ്റൊരുവനെ തങ്ങളെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ നമ്മളൊക്കെ ചിലര് ചില സമയത്ത് മാത്രമേ എണ്ണത്തുള്ളൂ. നല്ല സുഖത്തിലേക്ക് ഇരിക്കുമ്പോൾ, സമാധാനത്തിലേക്ക് ഇരിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും എണ്ണുന്നത്. പക്ഷെ മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിൽ കിടക്കുമ്പോൾ ഒരുത്തൻ പറയുന്നത് എന്നാന്നറിയാവോ? ഒരുത്തൻ പറഞ്ഞു, നീ നിന്നെ തന്നെ രക്ഷിക്ക്, ഞങ്ങളെ രക്ഷിക്ക്. മറ്റൊരുത്തൻ പറഞ്ഞു, മറ്റേ കള്ളം പറഞ്ഞു എന്നാന്നറിയാവോ? ഹല്ലേലൂയ പറയും, നീ രാജ്യത്വം പ്രാപിച്ചവരും എന്നെയും. ഹല്ലേലൂയ. മനസ്സിലാക്കണം, അവിടെ വെച്ച് ആ മൊഴികൾ ഓരോന്നും ക്രിസ്തു വെളിപ്പെടുത്തുമ്പോൾ കർത്താവ് ആരെന്ന് വെളിപ്പെടുകയാണ് യഥാർത്ഥത്തില്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തില് ഇതുപോലുള്ള പ്രഷർ നമ്മുടെ ചുറ്റും വരും. മനസ്സിലാകുന്നുണ്ടോ? നമ്മെ കർത്താവിന്റെ രാജ്യത്തിന് നമ്മളെ സ്വർഗം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നാമും ഇതേ റൂട്ടിലൂടെ പോകേണ്ടവരാണ്. നമ്മളും ഇതേ അനുഭവത്തിലൂടെ പോകേണ്ടവരാണ്. കഷ്ടത്തിന്റെ വഴിത്താരയിലൂടെ പോകേണ്ടവരാണ്. കാരണം എന്താണ്? കാരണം ക്രിസ്തുവിന്റെ തേജസ്സിനോട് നമ്മൾ അനുരൂപപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ റൂട്ടിലൂടെ പോയേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മൾ അവിടെ നോക്കുമ്പോൾ, ഹല്ലേലൂയ, അതിന്റെ ഫിലിപ്പിയ ലേഖനത്തിന്റെ നമ്മളത് വായിച്ചു വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം, ഹല്ലേലൂയ, അതിന്റെ നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം, അതിന്റെ 3:21 വാക്യം ഒന്ന് വായിച്ചേ. ഫിലിപ്പിയ ലേഖനം 3:21. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ ക്രിസ്തുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് കണ്ടോ? ഇത് നമ്മെ രൂപാന്തരപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ട്രീറ്റ്മെന്റിലൂടെ നമ്മൾ പോകണം. ഹല്ലേലൂയ. ഉടയാത്ത പാത്രങ്ങളില്ല. ദൈവരാജ്യത്തിൽ ഉപയോഗിക്കുന്നതെല്ലാം ഉടച്ചു വാർത്ത് യജമാനന്റെ ഇഷ്ടത്തിനൊത്തവണ്ണമുള്ള പാത്രങ്ങളാ ദൈവരാജ്യത്തിലിരിക്കുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഹല്ലേലൂയ, നമ്മൾ ഉദ്ദേശിക്കുന്ന വഴികളിലൊന്നും അല്ല ദൈവം ഉടയ്ക്കാനിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് പലപ്പോഴും നമ്മൾ പുറമേ കാണുന്ന പല കാര്യങ്ങളിലാണ് നമ്മളുടെ ചിന്തകൾ ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ കർത്താവ് അതിലൊന്നും പ്രസാദിക്കുന്ന ദൈവമല്ല. ആണോ? നമ്മുടെ കർത്താവ് അതിലൊന്നും പ്രസാദിക്കുന്ന കർത്താവല്ല. ആമേൻ. വളരെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ അകത്ത് വായിക്കുമ്പോൾ തന്നെ മറ്റുള്ളവന്റെ ഗുണം നോക്കട്ടെ എന്നിവിടെ വായിക്കുമ്പോൾ ഒത്തിരി വിഷയം ഇവിടെ കാണാനുണ്ട്. ഫിലിപ്പിയ ലേഖനത്തിന്റെ അകത്ത് അല്ലേ? അവിടെ വായിക്കുന്നത് എന്താ? അത് വായിച്ചു കഴിഞ്ഞ് ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും
കൂടെ നോക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന എന്താണ്? സ്തോത്രം. അവിടെ വായിക്കുന്ന അതിന്റെ 8-ാം വാക്യം 7-8 വായിച്ച് 7-8 ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതായത് സ്വർഗീയ പിതാവ് പുത്രന് വെച്ച എല്ലാ വഴികളിലും പുത്രനാകുന്ന യേശുക്രിസ്തു വിശ്വസ്തയോടെ യാത്ര ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ആ യാത്ര ചെയ്തു കഴിഞ്ഞപ്പോൾ പിതാവ് പ്രസാദിച്ചു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പല മേഖലകളിൽ നിന്ന് കേട്ടു. അല്ലേ? ആദ്യം കേട്ടത് യോർദാനിൽ നിന്നാ, പിന്നീട് കേട്ടത് മറുവലെന്നാ കേട്ടത്. പിന്നെ സ്തോത്രം ഹാലലിയ ശമരിയിൽ നിന്ന് ചിലര് വന്നു. ആ സ്തോത്രം അവര് വന്നു കഴിഞ്ഞപ്പോൾ സ്തോത്രം കർത്താവിനെ കാണണമെന്ന് പറഞ്ഞ് കർത്താവിന്റെ അവസാന നാഴികൾ വന്നപ്പോൾ ഹാലലുയ അവര് സ്തോത്രം കടന്നു വന്നത് എവിടെ നിന്നാണ്? സ്തോത്രം ഹാലലുയ ചില ഗ്രീക്കുകാര്, അല്ലേ? ഗ്രീക്കുകാർ വന്നപ്പോഴാണ് പറഞ്ഞത്. കർത്താവിനെ കാണണമെന്ന് പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഇടിയുണ്ടായി. അപ്പോൾ സ്തോത്രം പുത്രനെ മഹത്വപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ പുത്രനെ മഹത്വപ്പെടുത്തും എന്നുള്ള ദൈവശബ്ദം സ്വർഗത്തിൽ നിന്ന് വന്നു. മറ്റുള്ളവർക്ക് ഇടിയായിട്ട് തോന്നി. പക്ഷേ ക്രിസ്തു മാത്രമാ പിതാവിന്റെ ശബ്ദം കേട്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഗ്രഹിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, പിതാവിന് പ്രസാദകരമായിരിക്കുന്നവൻ പിതാവ് അനുവദിക്കുന്ന വഴികളിലൂടെ തന്നെ പോകാൻ സ്തോത്രം ഹാലലിയ ദൈവം അവനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മെ സ്വർഗത്തിലെ ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ടാണ് ലോകത്തിലുള്ള പലതും നമ്മൾ വിട്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഇറങ്ങുവാൻ ഇടയായി തീർന്നത്. കാര്യം വിളി നമ്മുടെ മേൽ കിടക്കുകയാണ്. നമ്മുടെ മേൽ ദൈവത്തിന്റെ വിളി കിടക്കുകയാണ്. ആ ദൈവ ശബ്ദമാണ് നമ്മെ ദൈവപ്രവൃത്തികൾ ചെയ്യുവാൻ നമ്മളെ ഉത്സാഹിപ്പിക്കുന്നത്, ബലപ്പെടുത്തുന്നത്. ജീവിതത്തിൽ പലതും വേണ്ടെന്ന് വെക്കാൻ നമ്മെ സ്തോത്രം ബലപ്പെടുത്തുന്നത് ആ ദൈവത്തിന്റെ കൃപയാണ്. ഇത് പുത്രന്റെ മേൽ ഇറങ്ങിയപ്പോൾ മരണത്തോളം, ക്രൂശ് മരണത്തോളം ക്രിസ്തു അനുസരണയുള്ളവനായി തീർന്നു. മനസ്സിലാകുന്നുണ്ടോ? ചെറിയൊരു കാര്യമല്ല അത്. അനുസരണയുള്ളവനായി തീർന്നു. ക്രിസ്തു ക്രൂശ് മരണത്തോളം അനുസരണയുള്ളവനായി തീർന്നു. അപ്പോൾ അനുസരിച്ചാൽ അനുസരിക്കുന്നവന് നഷ്ടമല്ല വരുന്നത്. അടുത്ത വാക്യം എന്താ വായിക്കുന്നത്? അനുസരിക്കുന്നവന് നഷ്ടമാണോ വരുന്നത്? ഒരിക്കലുമല്ല. വായിച്ചേ. അതുകൊണ്ട് എന്താ? അനുസരിച്ചത് കൊണ്ട്, മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠത എണ്ണുന്നത് കൊണ്ട്, മറ്റുള്ളവരുടെ ഗുണം നോക്കുന്നത് കൊണ്ട് ദൈവവും കണ്ടോ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തണം. മനസ്സിലാക്കട്ടെ. ഒരു വാക്ക് ഇതിന്റെ ഇടയിൽ ഞാൻ കൂടുതൽ ഇപ്പൊ വായിക്കുകയാണ്. ലോകർക്ക് കർത്താവ് മരിച്ചുപോയ യേശുവിനെ അറിയത്തുള്ളൂ. മനസ്സിലായോ? ഉണ്ണി യേശു ജനിച്ചു, 33 തിരുവയസ്സിൽ മരിച്ചു, അടക്കപ്പെട്ട് കല്ലറയ്ക്കകത്ത് കിടക്കുന്ന കർത്താവിനെ അറിയത്തുള്ളൂ. ഉയർത്തെടുത്ത ക്രിസ്തുവിനെ അറിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? മരണവാശങ്ങളെ അറുത്ത് പുറത്തു വന്ന പുത്രനാകുന്ന ക്രിസ്തുവിനെ അറിയത്തില്ല. പിതാവായ ദൈവം പുത്രനാകുന്ന യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചത് നിമിത്തം ആ പുനരുത്ഥാന ശക്തിയാണ് ഇന്ന് നമ്മുടെ ഉള്ളത്തിൽ പകർന്നത്. അതുകൊണ്ടാണ് ഈ സാഹചര്യത്തിലും ഈ ജീവന്റെ വചനവുമായി നിൽക്കുവാൻ ഇടയായി തീരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഉള്ളിൽ ആ രൂപാന്തരത്തിന്റെ ശക്തി, പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മുടെ ഉള്ളത്തിൽ നിന്ന് പുറപ്പെടുകയാണ്. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ പുറപ്പെടുന്നുണ്ട്. ആളറിയ നമ്മളുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഈ വിശ്വാസത്തിൽ നിന്ന് തോടുകൾ പൊട്ടി പുറപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? വായിച്ചേ. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. കണ്ടോ? അനുസരിച്ചാലുള്ള പ്രതിഫലം. പ്രമോഷൻ കിട്ടുന്ന ആർക്കാന്നറിയാം? അനുസരിക്കുന്നവർക്കാ. അനുസരിക്കുന്നവർക്ക് കിട്ടുന്നതാണ് പ്രമോഷൻ. ദൈവസന്നിധിയിലുമുണ്ട് ഈ പ്രമോഷൻ. അനുസരിച്ചാൽ പ്രമോഷൻ നിശ്ചയം. അല്ലേ? ഹല്ലേലൂയ. നിന്ദകളും അവമാനങ്ങളും പരിഹാസങ്ങളും ദുഷികളും കുറ്റങ്ങളും ആരോപണങ്ങളും എല്ലാം നീ കേൾക്കേണ്ടി വരുമ്പോൾ മനസ്സിലാക്കണം, നിന്റെ പ്രമോഷൻ അടുത്തിരിക്കുന്നു. ഇത് ആർക്ക് പറയാൻ പറ്റുമെന്ന് അറിയാവോ? ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധന് മാത്രമേ അത് പറയാൻ കഴിയത്തുള്ളൂ. എല്ലാവർക്കും പറയാൻ കഴിയത്തില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ വാക്യൂടെ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ
ഏറ്റവും ഉയർത്തി. ദൈവത്തെയാണ് നീ അനുസരിച്ചതെങ്കിൽ ഇച്ചിരിയല്ല, ഏറ്റവുമാണ് ഉയർച്ച വരുന്നത്. ദൈവത്തെയാണ് നീ അനുസരിച്ചതെങ്കിൽ, കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്താണ് നീ ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ, നിനക്ക് വരുന്ന ഉയർച്ച ഏറ്റവും വലിയ ഉയർച്ചയാണ്. ദൈവം ഏറ്റവും എക്സലന്റ് ആയതേ വരത്തുള്ളൂ. ദൈവം ഏറ്റവും ഉന്നതമായത്, ശ്രേഷ്ഠമായതാണ് കർത്താവ് തരുന്നത്. കാര്യം നമ്മൾ സേവിച്ചത്, സ്തോത്രം, ഹല്ലേലൂയ, ആകാശത്തെയും ഭൂമിയെയും സകല സൃഷ്ടിയെയും തന്റെ വാക്കിനാൽ ഉളവാക്കിയവനും, ഹല്ലേലൂയ, തന്റെ പുത്രനെ നമ്മുടെ പാപത്തിന് പരിഹാരം നൽകുകയും പുത്രൻ നമുക്ക് പിതാവിനെ വെളിപ്പെടുത്തുകയും ചെയ്ത ആ സ്വർഗീയ പിതാവിനെയാണ് നമ്മൾ വെളിപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ഏറ്റവുമാണ് കർത്താവ് ഉയർത്തുന്നത്. ചെറിയ പരിപാടിയല്ല. വായിച്ചേ, ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. കാരണം അങ്ങനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, കേൾക്കണേ, സ്വർലോകരുടെ, ഭൂലോകരുടെ, അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും ആ ഭാഗം ഒന്നും കൂടെ വായിച്ചേ. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ നാമത്വത്തിനായി കണ്ടോ? അപ്പോ ഇത് കർത്താവ് ചെയ്യുന്നൊരു കാര്യമാ. നമ്മുടെ ആയുസ്സിൽ ജീവനുള്ള ദൈവത്തെ ഏതെങ്കിലും മേഖലകളിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലോ ദൈവത്തിന്റെ കാര്യപരിപാടിയുള്ള ബന്ധത്തിലോ നീ അനുസരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മുമ്പിൽ വെക്കുന്ന ഉയർച്ച ശ്രേഷ്ഠം തന്നെയായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? കാര്യം പുത്രൻ ഇതിനു മുമ്പേ നടന്നു പോയിട്ടുണ്ട്. ലോകര് കാണുന്നത് പീലാത്തോസിനെ, ഹേരോദാവിനെയും കണ്ടു. ഹല്ലേലൂയ, ഒറ്റിക്കൊടുത്ത് യൂദയെ കണ്ടു. ഹല്ലേലൂയ, പിടിച്ചു കെട്ടുവാൻ വരുന്ന മഹാപുരോഹിതന്മാരുടെ പട്ടാളത്തെ കണ്ടു. പക്ഷേ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലതുഭാഗത്ത് നിൽക്കുന്ന പുത്രനെ ആരും കണ്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? അത് ഇന്നും അങ്ങനെ തന്നെയാണ്. ഇതിന്റെ ചുറ്റും കിടന്ന് നടക്കുന്ന ബഹളങ്ങളെ ലോകര് കാണുന്നുള്ളൂ. ക്രിസ്തുവിനെ കാണണമെന്നുണ്ടെങ്കിൽ കാൽവറിയിലേക്ക് നോക്കുവാൻ കൃപ ലഭിച്ചവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഇച്ചിരിയും കൂടെ പച്ചയ്ക്ക് എഫേസ്യ ലേഖനത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞ ആളെ ഹൃദയം തഴമ്പിച്ചു പോകാത്തവർക്ക്, കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവർക്ക് മാത്രമാണ് ഈ കാൽവറിയുടെ മഹത്വം വെളിപ്പെടുകയുള്ളൂ. അപ്പോൾ ഇത് വെറുതെ പറയുന്ന കാര്യമല്ല. ചോദിക്കും, ഇത് വെറുതെ ഒരു ആലങ്കാര്യമായിട്ട് പറഞ്ഞതാണോ? സകല മുഴങ്കാലും മടങ്ങും അല്ല. സ്വർലോകർ, ഭൂലോകർ, അധോലോകർ സകലരുടെയും മുഴങ്കാൽ ഒരുപോലെ മടങ്ങിയിട്ട് യേശു ക്രിസ്തു കർത്താവ് എന്ന് പറയേണ്ടി വരും എന്നൊക്കെ ചുമ്മാ പറയുന്നല്ലേ? മനുഷ്യ, നിന്റെ ഉള്ളിലെ പാപത്തെ നീ എങ്ങനെ കഴുകും? ആളുകൾ എങ്ങനെ കഴുകും? നിന്റെ ഉള്ളിലിരിക്കുന്ന പാപത്തെ നീ എങ്ങനെ കഴുകുമെന്ന് പറയുക. ആളുകൾ, നീ പുറമെ എത്ര ഡീസന്റ് ആയിട്ട് നടന്നാലും നിന്റെ ഉള്ളിൽ പാപം ഇരിക്കുകയല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അകത്ത് പാപം ഇരിക്കുകയല്ലേ? പാപം എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നേ? ഹല്ലേലൂയ. എല്ലാവിധ മ്ലേച്ഛതകളും ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൽ നിന്ന് ഒഴിവുള്ളവർ ദൈവമക്കളും മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വർലോകരുടെ, ഭൂലോകരുടെ, അധോലോകരുടെ സകലരുടെയും മുഴങ്കാലും മടങ്ങുമെന്ന് പറയുന്നത് വെറുതെ അല്ല. കാരണം എന്താണെന്നറിയാവോ? വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വെളിപ്പാട് പുസ്തകം നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാൻ അപ്പോസ്തലനെ സ്വർഗത്തിലെ ദൈവം, അല്ലെങ്കിൽ അവന്റെ ആത്മാവ് ദൈവ സന്നിധിയിൽ എടുക്കപ്പെടുകയാണ്. അവിടെ വെച്ച് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് സ്വർഗത്തിൽ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. ക്രിസ്തുവിന്റെ വെളിപ്പാട് ക്രിസ്തുവിന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ മനസ്സിലാക്കണം, നമ്മൾ ഇവിടെ കിടന്ന് കാണിക്കുന്ന ഒരു കാര്യങ്ങളുമല്ല. കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപം സ്വർഗത്തിൽ തന്നെയാണ്. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഭൂമിയിലല്ല, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സ്വർഗത്തിലാണ്. സ്വർഗത്തിലെ ദൈവത്തിന്റെ കാര്യപദ്ധതി അനുസരിച്ച് ഭൂമിയിൽ ഒരു ഇല അനങ്ങത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഭൂമിയുടെ ഒരു ഇല അനങ്ങണമെന്ന് എന്റെ ദൈവം തീരുമാനിക്കും. അപ്പൊ ചോദിക്കുന്നു, ഒത്തിരി ദൈവദാസന്മാരിട്ട് വഴുതിലിട്ട് അടിക്ക് ഉപദ്രവിക്കുന്നു, നിന്റെ ദൈവം എന്താണ്? അതെന്റെ കർത്താവ് അനുവദിച്ചിട്ടാ. ദൈവ പദ്ധതി ഇല്ലാത്ത ഒരുത്തനെ അടി കൊള്ളരുതെന്ന് ദൈവം ഒരു ദൈവദാസന്റെ മേലെ പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ നീ അവനെ ചെന്ന് തൊട്ടു നോക്ക്.
ദൈവത്തിന്റെ ദൂതഗണങ്ങൾ ഇറങ്ങും അവിടെ. ഹല്ലേലൂയ. നിന്റെ കയ്യിലിരിക്കുന്ന ഒരു ആയുധങ്ങളും അവിടെ ഫലിക്കുകയില്ല. കാരണം എന്നാ? ദൈവം നിശ്ചയിച്ചതാണെങ്കിലേ സ്വത്രം മനുഷ്യന്റെ പദ്ധതി നടക്കത്തുള്ളൂ. ഇല്ല, നടക്കത്തില്ല അത്. ഹല്ലേലൂയ. അങ്ങനെ സ്വത്രം കൊലവെറിയായിട്ട് വന്ന ഒരുത്തരുണ്ട്. ആരാന്നറിയാവോ? ഇന്നേക്ക് 2000 വർഷം മുമ്പ് ഒരു വയോവൃദ്ധനെ പിടിച്ചു കെട്ടി ഹല്ലേലൂയ ഏറ്റവും മനുഷ്യർ ആളെ തടവുള്ളികളെ ഇടുന്നതായിട്ടുള്ള ഒരു ദ്വീപിൽ കൊണ്ടയിട്ടു. ആ ദ്വീപിന്റെ പേരാണ് പത്മോസ്. അല്ലെ, കൊണ്ടയിട്ടത് ആരാണ്? ഡൊമീഷ്യനാണ് കൊണ്ടയിട്ടത്. അവരുടെ ഉദ്ദേശം ഞങ്ങൾ കൊണ്ട് അവിടെ കിടന്ന് ചത്ത് അസ്ഥിവഞ്ചനമാകുമെന്ന് വിചാരിച്ചു. പക്ഷേ അത് ഡൊമീഷ്യന്റെ പ്ലാൻ, ദൈവത്തിന്റെ പ്ലാൻ അങ്ങനെയല്ല. അവനെ കുറിച്ചുള്ള ദൈവ പദ്ധതി അവസാനിച്ചവും മടങ്ങി വരണം. അപ്പോൾ ഡൊമീഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക് മനസ്സിൽ ചിന്തിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാ ഇവനെ അവിടെ കൊണ്ട് ഇട്ടത് എന്തോന്നോ? നീ ഉപേക്ഷിച്ചാലാണ് കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ അവിടെ നിൽക്കത്തുള്ളൂ. അപ്പൊ എല്ലാരും ഉപേക്ഷിച്ച് നിർത്തുന്നതിന്റെ അകത്ത് ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. എല്ലാരും ഉപേക്ഷിച്ച് മാറ്റി നിർത്തുന്നതിന്റെ അകത്ത് ദൈവത്തിന് ഒരു വലിയ കാര്യപരിപാടിയുണ്ട്. ഹല്ലേലൂയ. എല്ലാരും കൂടെ പറയും, ഇങ്ങനെ ഈ കാർന്നോരെ കൊണ്ടുപോയി അവിടെ കിട്ട കഴുകനും എല്ലാം കൂടെ വന്നിട്ട് ഇവനെ കൊത്തിപ്പറപ്പിച്ച നിമിഷ നേരം കൊണ്ട് ഇവന്റെ അസ്ഥി എല്ലാം കൂടെ അവിടെ ഒടിഞ്ഞു പറിഞ്ഞ് വീട് ഈ കാർന്നോര് തീരുമല്ലോ. ഇത്രേ ഉള്ളു. അപ്പൊ ഈ എല്ലാരും അവന് സത്യം പറഞ്ഞ, എന്റെ ഭാഷയിൽ പറഞ്ഞ സ്തോത്രം ഹല്ലേലൂയ, പത്മോസിൽ കൊണ്ട് യോഹന്നാനെ തള്ളുമ്പോൾ സത്യം പറഞ്ഞ ഒരു ശവപ്പെട്ടി കൂടെ കൊടുത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കാൻ നമ്മളെ ദൈവത്തിന്റെ കാര്യപദ്ധതിയുള്ള ഒരുത്തരെ കൊണ്ടുവന്ന് സകലരും കൊണ്ട് തള്ളുമ്പോ ചിന്തിച്ചോണം കേട്ടോ. അത് അവിടെ അവസാനിക്കുന്ന പദ്ധതിയല്ല. കാര്യം സ്വർലോകരുടെ, ഭൂലോകരുടെ, അധോലോകരുടെ സകലരുടെ മുഴങ്കാൽ ഒരുപോലെ മടങ്ങുന്ന ഒരു പദ്ധതി ക്രിസ്തുവിനെ കുറിച്ച് പിതാവിനുണ്ടെങ്കിൽ, പുത്രനാകുന്ന യേശു ക്രിസ്തു ഒരുവനെ അയച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മേലെ പദ്ധതി തീരാതെ അവന്റെ മേലെ ഒരു വാളും കടന്നു വരത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അത് തിരിച്ചറിയണം. അങ്ങനെയാണെങ്കിൽ സ്വന്തം യോഹന്നാനെ കൊണ്ട് അവിടെ ഇടുമ്പോൾ മനസ്സിലാക്കണം, യോഹന്നാനെ സ്വർഗം കാണിച്ചു കൊടുക്കുന്ന എന്താണെന്നറിയാമോ? അവിടെ നാറി നശിച്ചു കിടക്കുന്ന അബ്സോത്തിൽ ശവങ്ങളും മറ്റുവിധ അശുദ്ധികളും കിടക്കുന്ന ഒരു പത്മോസ് അല്ല അവിടെ ദൈവം കാണിച്ചു കൊടുക്കുന്നത്. അവന്റെ ആത്മാവിനെ എടുത്തുകൊണ്ട് സ്വർഗം കാണിച്ചു കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ കാണിച്ച് കൊടുത്ത സമയത്ത് അവിടെ കാണുന്ന കാഴ്ച എന്താണ്? 5-ാമത്തെ വായിക്കുന്നത് എന്താണ്? വായിക്കോ. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. 7 മുദ്രയാൽ മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. പുസ്തകം തുറക്കുവാനോ നോക്കുവാനോ കണ്ടു. അപ്പോൾ മനസ്സിലാക്കണം, ദൈവം കൊടുക്കുന്ന വിശേഷമായ ദർശനം എപ്പോഴാ തുടങ്ങുന്നതെന്നറിയാമോ? എല്ലാവരും ഉപേക്ഷിക്കുമ്പോഴാ ദൈവം തുടങ്ങുന്നത്. നമ്മളെ ആരെങ്കിലും ചുമന്നുകൊണ്ട് നടന്നാൽ മനസ്സിലാക്കിക്കോണം, ഒന്നും നടക്കത്തില്ല. നമ്മൾ ആരുടെയെങ്കിലും തോളത്ത് കൈയിട്ടോണ്ടാ നടക്കുന്നെങ്കിൽ മകനെ നിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാര്യം ക്രെഡിറ്റ് ദൈവത്തിന് പോകണമെങ്കിൽ നീ പത്മോസിൽ ചെന്നേ മതിയാകത്തുള്ളൂ. ക്രെഡിറ്റ് ദൈവത്തിന് പോകണമെന്നുണ്ടെങ്കിൽ നീ പത്മോസിൽ ചെന്നേ മതിയാകത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അവിടെ ചെന്നപ്പോൾ അവൻ കാണുന്ന കാഴ്ച എന്താണ്? സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. അവിടെ 7 മുദ്രയാൽ മുദ്രയിട്ടിരിക്കുന്ന ഒരു പുസ്തകം കണ്ടു. ആ മുദ്ര പൊട്ടിക്കാനും പുസ്തകം തുറപ്പാനും ആരെങ്കിലും നോക്കി? ആരെയും കണ്ടില്ല. ആരെയും കണ്ടില്ല. വായിച്ചേ. പുസ്തകം തുറന്നു വായിക്കുവാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. അതിന് 3-ാം വാക്യം ഒന്നും കൂടെ വായിക്കാം. പുസ്തകം തുറക്കുവാനും നോക്കുവാനും സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴെ ആർക്കും. അവിടെ വായിക്കുന്ന ഫിലിപ്പിയർ 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം, അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ എങ്ങനെയാ മടങ്ങുന്നത്? അവിടെയെല്ലാം ജയം നേടിയവന്റെ മുമ്പിൽ മടങ്ങിയേ മതിയാകത്തുള്ളൂ. മനസ്സിലാക്കണം.
അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ജയിച്ചത് സ്വർഗത്തിൽ, ഭൂമിയിൽ, ഭൂമിക്ക് കീഴേ സ്തോത്രം ഉള്ള സകല സൃഷ്ടികളിലുമാണ്. കർത്താവായ യേശു ക്രിസ്തു അതിനു മീതെ കർത്താവ് രാജാവും ദൈവവുമാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെയെല്ലാം അധിപതിയാകുന്ന ക്രിസ്തു ഈ മുദ്രകളെ പൊട്ടിപ്പാനും അതിന് തുറക്കുവാനും ജയം നേടിയിരിക്കും. അവിടെ വായിക്കുന്നു അതിന്റെ 5-ാം വാക്യം, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം. അടുത്തത്, സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ശ്രദ്ധിക്കണേ. അതിന് 7 കൊമ്പും സർവഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കൾ ആയ 7 കണ്ണും ഉണ്ട്. ഓക്കെ. സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കയ്യിൽ നിന്നും പുസ്തകം വാങ്ങി. കണ്ടോ? അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു സകലത്തിലും ജയാളിയാണ്. മനസ്സിലാക്കണം, കേരളത്തിൽ ഒന്നും സംഭവിക്കില്ല, ഇന്ത്യയിൽ ഒന്നും സംഭവിക്കില്ല, 7 വൻകരകളിൽ ഒന്നും സംഭവിക്കില്ല. ഇന്നും മരിച്ചു മണ്ണടിഞ്ഞ ശരീരം ദ്രവിച്ച് മണ്ണോട് ചേർന്നു അവരുടെ ആത്മാക്കൾ ഇന്നും പാതാളത്തിൽ കിടപ്പുണ്ട്. അവർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ സ്വർഗത്തിൽ ആളുകൾ ചെന്ന് നിൽക്കുന്ന ദൂതഗണങ്ങൾക്കോ സ്വർഗത്തിന് തൊട്ട് കീഴെ കിടക്കുന്ന ലൂസിഫറിനോ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അവിടെയെല്ലാം ജയിച്ച ഒരേ ഒരു നാമമേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു എന്ന നാമം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ സ്വർഗത്തിലെ പിതാവ്, സ്വർഗീയ ദൈവം, പിതാവായ ദൈവം സകല സൃഷ്ടിയിലും ന്യായവിധിയുടെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകമാണ് തുറക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ഭൂമി മേല് ദൈവത്തിന്റെ ക്രോധം വെളിപ്പെടണം, ന്യായവിധി വെളിപ്പെടണം. പക്ഷെ ഒരു പ്രശ്നം എന്നാണെന്നറിയാമോ? ദൈവം സർവ്വവ്യാപി, സർവശക്തൻ, സർവജ്ഞാനിയായി ഇരിക്കുമ്പോൾ തന്നെ ഇതിന് യോഗ്യത നേടണമെന്നുണ്ടെങ്കിൽ സൃഷ്ടിയിൽ അവർക്ക് തുല്യമായി കഷ്ടം സഹിക്കേണ്ടതിന് ജഡത്തിൽ വെളിപ്പെട്ട് സൃഷ്ടികളിൽ ഒന്നായി തീർന്ന ഒരുവിന് മാത്രമായി ഇത് തുറക്കാനും ഇതിനെ ജയിക്കുവാനും കഴിയത്തുള്ളൂ. വെറുതെ ഒരു മനുഷ്യൻ അവിടെ കയറാൻ കഴിയത്തില്ല. കാര്യം ആരംഭത്തിൽ അവിടെ ഇരുന്നവനും അവിടെ മടങ്ങി ചെന്നവനും ഇവിടെ പിതാവിന്റെ ഇഷ്ടം ചെയ്തവനും മാത്രമാണ് ഉയർപ്പുണ്ടാകത്തുള്ളൂ. സകലരും മരിച്ച് അവസാനിക്കുമ്പോൾ മരണപാശങ്ങളെ പിതാവായ ദൈവം അഴിച്ച് അവന് ഉയർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവന് മാത്രമാണ് സ്വർഗ രാജ്യത്തിൽ പ്രത്യാശയ്ക്ക് വകയുള്ളൂ. ആമേൻ. എല്ലാവർക്കും വകയുണ്ടോ? എല്ലാവർക്കും വകയില്ല. മറ്റൊരു ശക്തികൾക്കും അതിന് വകയില്ല. ഇതാണ് നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ. ജയിച്ചവനെ ആരാധിക്കുകയാണ്. അവനെ മഹത്വപ്പെടുത്തുമ്പോൾ നാമും ജയിച്ചവരായി തീരുന്നു. ജയിച്ചവരോടുകൂടെ നമ്മൾ നിൽക്കുമ്പോൾ നാമും ജയം കൊണ്ടവരായി തീർന്നതാണ്. നാം സേവിക്കുന്നവൻ ജയിച്ചവനാണ്. അവൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നാമും ജയിച്ചവരായി തീർന്നു. ഒരു ശക്തികൾക്കും, ഒരു ഇരുട്ടിന്റെ ശക്തികൾക്കോ, ഒരാവിചാരങ്ങൾക്കും, മന്ത്രവാദങ്ങൾക്കോ, പിടിച്ചുകെട്ട ഒരു ജാതി ശക്തികൾക്കോ ക്രിസ്തുവിന്റെ മഹത്വത്തെ പിടിച്ചുകെട്ടുവാൻ ഒരിക്കലും കഴിയത്തില്ല. കാര്യം പിതാവിന്റെ കയ്യിൽ നിന്ന് പുസ്തകം മേടിക്കുവാനും അതിന്റെ മുദ്രകളെ പൊട്ടിക്കുവാനും അതിനെ തുറക്കുവാനും എല്ലാം ജയം നേടി ഒരേ നാമമേ ഉള്ളൂ. അത് യേശു ക്രിസ്തു എന്ന നാമമേ ഉള്ളൂ. ഹല്ലേലൂയ. അതായത് ഭൂമിയുടെ മേൽ ന്യായവിധി വരുന്നുണ്ടെന്ന് മറ്റു മതങ്ങൾ പ്രസംഗിക്കുന്നുണ്ടോ അറിയുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ ന്യായവിധി നടത്തുന്നവൻ ആരാന്നും അവന്റെ യോഗ്യത എന്നാന്ന് ചോദിക്കുമ്പോൾ സ്വർഗത്തിൽ മാത്രം ഇരുന്ന യോഗ്യത പറഞ്ഞാൽ ശരിയാകത്തില്ല. പിടികിട്ടിയോ? ഞാൻ സ്വർഗത്തിൽ ദൈവരൂപത്തിൽ ഇരുന്നു, ഞാൻ കൽപ്പിച്ചു, ഉളവായി, ഞാൻ ഇച്ഛിച്ചു, നടന്നു. നടപ്പില്ല. കാര്യം ഞാനിവിടെ പാപത്തിൽ കിടക്കുക. മനസ്സിലാകുന്നുണ്ടോ? എന്റെ വീണ്ടെടുപ്പിന് വേണ്ടി എന്റെ അകൃത്യം വഹിക്കാൻ ഈ ദൈവത്തിന് കഴിഞ്ഞോ? എന്റെ പാപ ശരീരത്തിൽ നിന്ന്, എന്റെ ഉള്ളത്തിലിരിക്കുന്ന പാപത്തെ എന്നിൽ നിന്ന് എടുത്തു കളയാൻ ഈ ദൈവത്തിന് കഴിഞ്ഞോ? ഇതാ ചോദ്യം. ഞാൻ പാപമില്ലാത്ത, പാപം അറിയാത്തവനായിട്ട് ജീവിക്കത്തക്ക നിലവാരത്തിൽ എന്നിലേക്ക് ഒരു അവിശുദ്ധിയുടെ ആത്മാവിനെ തരാൻ ഈ ദൈവത്തിന് കഴിഞ്ഞോ? അതാണ് ക്രിസ്തു മാർഗവും മറ്റു മാർഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം. എന്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുവാൻ, പാപശക്തികളിൽ നിന്ന് വീണ്ടെടുക്കപ്പെടുവാൻ ക്രിസ്തുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. നാം വിശുദ്ധനായി നിലനിൽക്കുവാൻ ക്രിസ്തുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. കാര്യം നമ്മളുടെ മേൽ അവന്റെ ആത്മാവിനെ തരണം. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്വർഗത്തിൽ നിന്നൊരു ആത്മാവിനെ വിശ്വസിക്കുന്നവരുടെ എല്ലാ ഹൃദയത്തിൽ തന്നാ പോലെ ദൈവം വരണമെന്നുണ്ടോ?
ചോദിക്കുന്ന ചോദ്യമാ. ദൈവം ഇവിടെ വരണമെന്നുണ്ട്. കാരണം സ്വന്തം യാഗം നടത്തിയാൽ മാത്രമാ പ്രതിഫലം വരുന്നുള്ളൂ. യാഗമായി തീരണം. ആര് യാഗമായി തീരണം? ശ്രദ്ധിക്കണം. ഇവിടെ സ്തോത്രം മനസ്സിലാക്കണം. നമ്മളിവിടെ എബ്രായ ലേഖനം വായിക്കുമ്പോൾ ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു, ഇല്ലേ? ജഡത്തിൽ വെളിപ്പെട്ട് വരുന്ന സമയത്ത് ഈ ജഡത്തിൽ വെളിപ്പെട്ട ക്രിസ്തു ഭൂമിയിലുള്ളവയെ സ്തോത്രം ശുദ്ധീകരിക്കുന്നുണ്ട്, വീണ്ടെടുക്കുന്നുണ്ട്. പക്ഷേ സ്തോത്രം അത് മാത്രം പോരാ, സ്വർഗത്തിലുള്ളവയും വീണ്ടെടുത്താൽ മാത്രമേ പറ്റത്തുള്ളൂ. കാര്യം ഒരിക്കൽ കഴിച്ച രക്തത്താൽ സ്വർഗത്തിലുള്ളവയും ശുദ്ധീകരിക്കണം. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് വായിക്കാം എബ്രായ ലേഖനം 9-ാം അധ്യായം. ഹല്ലേലൂയ. അതിന്റെ സ്തോത്രം അതിന്റെ 24 മുതൽ വായിച്ചേ. 9:24 വായിച്ചേ. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്ക്. നല്ല വ്യക്തമായിട്ട് തെറ്റില്ലാതെ വായിക്കും. ഒന്നും കൂടെ വായിച്ചേ. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്ക്. കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല. ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗ്ഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. ശ്രദ്ധിക്കണേ, യേശു ക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടപ്പോൾ നടന്ന കുറെ സംഭവങ്ങളുണ്ട്. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, വിശുദ്ധന്മാരുടെ ശരീരം പലതും ഉയർത്തെഴുന്നേറ്റു, തിരശീല ചിന്തി മേൽത്തൊട്ടടിയോളം. ഇനി അങ്ങോട്ട് കയറേണ്ടെന്ന്, ഇനി അങ്ങോട്ടല്ല കയറേണ്ടത്, ഇനി എങ്ങോട്ടാ പോകേണ്ടത്? ആ ശുശ്രൂഷ അവസാനിച്ചു. അതുകൊണ്ട് ഇസ്രായേലില് ഒരു കന്നുകാലിയെ പിടിച്ച് യാഗം കഴിച്ചെന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ഞെട്ടേണ്ട ഒരു കാര്യമില്ല. ഈ എബ്രായ ലേഖനം ശരിക്കും എടുത്ത് വായിക്ക്. ആ ശുശ്രൂഷ അവസാനിപ്പിച്ചു. ഇന്ന് വിശ്വസിക്കുന്നവരുടെ മേൽ പകരുന്ന പരിശുദ്ധാത്മാവ് യെരൂശലേം ദേവാലയത്തിൽ നിന്നല്ല വരുന്നത്, സ്വർഗത്തിൽ നിന്നാ വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സ്വർഗത്തിൽ നിന്നാ വരുന്നത്. എങ്ങനെ വന്നു? ഏത് വഴിയാണ് വന്നത്? യേശു ക്രിസ്തു ജയിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിച്ച അതുവഴിയായിട്ടാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് അയച്ചത്. ഹല്ലേലൂയ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോ അതാ സംഭവിച്ചത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചു. അവിടെ വായിക്കുന്നതാണ് ക്രിസ്തു അപ്പൊ ശ്രദ്ധിക്കണം, ഇവിടെ ഈ മനസ്സിലാക്കുന്ന ടബർനക്കിള് അല്ലേ, സമാഗമന കൂടാരം സ്വർഗത്തിലിരിക്കുന്നതിന്റെ റെപ്ലിക്കയായിരുന്നു ഭൂമിയിൽ ഉണ്ടാക്കിയത്. അപ്പോൾ അത് താൽക്കാലിക ശുശ്രൂഷ ചെയ്തപ്പോൾ സ്വർഗത്തിൽ ഇതുപോലെ തന്നെ പ്രാകാരം, വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ഉണ്ട്. അതിന്റെ പ്രതിബിംബമായിട്ടാണ് ഇവിടെ ഇത് ചെയ്തതെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഷെഡിന്റെ അകത്ത് കയറിയാൽ സ്വർഗത്തിൽ കയറിയതിന് തുല്യമാകുന്നില്ല. സ്വർഗത്തിൽ കയറിയതാകണമെന്നുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് തന്നെ ലക്ഷ്യം വെച്ച് പോയേ മതിയാകത്തുള്ളൂ. അപ്പോൾ ഇവിടെ താൽക്കാലികമായി ലഭിച്ച ശുശ്രൂഷകൾ ഇവിടെ മേൽതൊട്ട് അടിയോളം ചിന്തപ്പെട്ട തിരശീലയെ കാണിക്കുമ്പോൾ ഈ ശുശ്രൂഷ അവസാനിച്ചു. ഇനി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് സ്വർഗത്തിൽ അതിവിശുദ്ധ സ്ഥലത്തിലേക്കാണ് ക്രിസ്തു പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഈ എബ്രായ ലേഖനം 9 നമ്മൾ വായിക്കുമ്പോൾ ഈ കൈപ്പണിയായ ഒരു മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. അടുത്തത് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിക്കുവാൻ ആവശ്യമില്ല. ശ്രദ്ധിക്കണം, ന്യായപ്രമാണത്തിന് കീഴിലുള്ള ലൗകിക ആരാധനയുടെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറഞ്ഞാൽ പാപങ്ങൾക്ക് വേണ്ടി വർഷങ്ങളും കാലങ്ങളും കൂടുമ്പോൾ അതാത് പാപപരിഹാരത്തിന് വേണ്ടി മൃഗങ്ങൾ അറക്കണമായിരുന്നു. എന്നാൽ ആ ശുശ്രൂഷ പോലെ അല്ല ഇവിടെ കർത്താവായ യേശു ക്രിസ്തു യാഗമായി തീർന്നത്. ഇവിടെ വചനം പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ ലോക അവസാനത്തിങ്കലാണ് ഇവിടെ വെളിപ്പെടുന്നത്. യേശു ക്രിസ്തു അല്ലേ. അടുത്ത വാക്യം അങ്ങനെ വായിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. അവിടെ വായിക്കുന്ന സ്തോത്രം കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു, എന്നാൽ അവൻ ലോകാവസാനത്തിൽ യാഗം കൊണ്ട് മുറിച്ചു വായിക്കില്ല. ലോക അവസാനത്തിൽ സ്വന്തം മുറിച്ചു വായിക്കരുത്. സ്വന്തം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അപ്പോൾ എന്തു മനസ്സിലായി? യേശു ക്രിസ്തു
ലോക അവസാനത്തിങ്കൽ പാപത്തിന് പരിഹാരം വരുത്തേണ്ടതിന് ഒരിക്കലായി പ്രത്യക്ഷമായി. അവൻ ഒരിക്കലായി പ്രത്യക്ഷമായി നമ്മളുടെ അകൃത്യങ്ങൾക്കും പാപങ്ങൾക്കും വേണ്ടി അവൻ തകർക്കപ്പെടുമ്പോൾ, നമ്മളുടെ അകൃത്യങ്ങളെ വഹിച്ചുകൊണ്ട് അവൻ മരിച്ചിരിക്കുക നിമിത്തം അവനിൽ നമ്മൾ വിശ്വസിച്ച് നമ്മൾ സ്നാനമേൽക്കുമ്പോൾ നമ്മുടെ ജന്മപാപത്തെ കഴുകിക്കളെ ആദാമ്യ ലംഘനം അവിടെ കഴുകപ്പെടുകയാണ്. ഹല്ലേലൂയ. ദിനംതോറും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു കുറവുണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റുപറയണം. അങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് ജീവിക്കുവാൻ ഇടയായിത്തീരുന്നത്. അപ്പോൾ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്ന കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ സന്നിധിയിലേക്ക്, ദൈവ സന്നിധിയിലേക്കാണ് കർത്താവായ യേശു ക്രിസ്തു കയറിപ്പോയത്. അങ്ങനെയല്ല വചനം വായിക്കുന്നത്. യേശു ക്രിസ്തു കയറിപ്പോയത് സ്വർഗത്തിലേക്കാണ്. അടുത്തത് അവിടെ വായിക്കുന്നത്, അങ്ങനെയായ ലോകസ്ഥാപനം മുതൽ അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോക അവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കലായി കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷമാകുകയാണ് ചെയ്തത്. അവിടെ മറ്റ് സ്തോത്രം, അവിടെ സ്തോത്രം, അതിന്റെ വേറൊരു വാക്യം നമ്മൾ വായിക്കുന്നത്, അതിന്റെ 23-ാം വാക്യം വായിച്ചേ, 22 മുതൽ വായിച്ചു 21. അങ്ങനെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണത്തിന്മേലും എല്ലാം രക്തം തളിച്ചു. അടുത്തത് ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. അതായത് കാലങ്ങളായി, ഹല്ലേലൂയ, മോശയുടെ കാലഘട്ടം മുതൽ ഇവിടെ സമാഗമന കൂടാരത്തിന്റെ അകത്ത് എല്ലാ വസ്തുക്കളുടെ മേലും നമുക്കറിയാം മേശ വെച്ചിട്ടുണ്ട്. അതുപോലെ അതിന്റെ അകത്ത് തന്നെ പെട്ടകം വെച്ചിട്ടുണ്ട്, 7 വിളക്ക് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. ഇതിന് നേരെ മൃഗത്തിന്റെ രക്തം തളിച്ചിട്ട് ഇത് നിങ്ങളോട് ചെയ്യുന്ന നിയമ രക്തമാകുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ രക്തം തളിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കണം, കാണപ്പെടുന്ന ലൗകിക ആരാധനയ്ക്കകത്ത് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ക്രിസ്തു മനസ്സിലാക്കണം, പ്രവേശിച്ചിരിക്കുന്ന സ്വർഗത്തിൽ ദൈവസന്നിധിയിലേക്ക്, ദൈവാലയത്തിലേക്കാണ് യേശു ക്രിസ്തു പ്രവേശിച്ചിരിക്കുന്നത്. അവിടെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപം സ്വർഗത്തിലാണ്. ഇവിടെ കണ്ട റെപ്ലിക്കയുടെ ഒറിജിനൽ എവിടെ ഇരിക്കുകയാണ്? സ്വർഗത്തിലിരിക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള വസ്തുക്കളുടെ ശുദ്ധീകരണത്തിന് രക്തം കൊണ്ടുള്ള ശുദ്ധീകരണം പോരെന്നാണ് ഇവിടെ പറയുന്നത്. കാര്യം സ്വർഗീയമായവയ്ക്ക് ഇവയിൽ ശ്രേഷ്ഠകരമായ യാഗങ്ങൾ ആവശ്യമായിരിക്കുന്നു. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? വായിച്ചേ. സ്വർഗത്തിലുള്ളവരുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ആവശ്യം. കാര്യം സ്വർഗീയമായവയുടെ പ്രതിബിംബങ്ങൾ ഭൂമിയിലായിരുന്നു. അവയെ മൃഗത്തിന്റെ രക്തം കൊണ്ട് തളിക്കപ്പെട്ടപ്പോൾ പൂർണ്ണമായി. പക്ഷെ യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ മേൽ തൊട്ട് അടിയോളം എന്ത് സംഭവിച്ചു? ഈ ദൈവാലയത്തിന്റെ തിരശീല ചിന്തപ്പെട്ടപ്പോൾ ഈ ശുശ്രൂഷ ഇവിടെ സമാപിച്ചു. ഇനി ഒരു മൃഗത്തിന്റെ രക്തം ഇവിടെ ചിന്തിയിട്ട് കാര്യമില്ല. ഇവിടെ ഒരു മൃഗത്തിന്റെ രക്തം ദൈവസന്നിധി യോഗ്യമല്ല. കാരണം സ്വർഗീയമായവയുടെയും ഭൗമികമായവയും ഒരുപോലെ ശുദ്ധീകരിക്കേണ്ടതിന് ദൈവത്തിന് പ്രസാദകരമായ ഒരേ ഒരു യാഗം തന്റെ മടിയിലിരുന്ന ഏകജാതന്റെ ശരീരയാഗത്താൽ പിതാവ് പ്രസാദിച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ളതിന്റെ ശുശ്രൂഷ അവസാനിപ്പിച്ചെങ്കിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ക്രിസ്തു മുഖാന്തരം സ്വർഗീയമായ സകല ഉപകരണങ്ങളും വസ്തുക്കളും അവന്റെ രക്തം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. കാര്യം മനസ്സിലാക്കണം, ക്രിസ്തു തന്റെ ആത്മാവിൽ അനുഭവിച്ച പീഡനങ്ങൾ, തന്റെ ആത്മാവിൽ അനുഭവിച്ച വ്യതകൾ ഇത് ദൈവസന്നിധിയിൽ വിലയേറിയതാണ്. ആ കാരണങ്ങൾ തന്നെയാണ് സ്വർഗത്തെയും ശുദ്ധീകരിക്കുവാനിടയായിത്തീരുന്നത്. അതായത് ക്രിസ്തു തന്നെയാണ് അവയെ ശുദ്ധീകരിക്കുന്നത്. ആമേൻ. വായിച്ചാട്ടെ. സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും രക്തത്തോടു കൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ
കൂടെ അർപ്പിക്കുവാൻ ആവശ്യമില്ല. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ന്യായപ്രമാണത്തിന്റെ ആരാധനയെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാക്യം ഇവിടാണ്. അവിടെ 10:1 ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ കെട്ടിടം കൊണ്ട് ഒരു ഗുണവുമില്ലെന്ന്. ഇന്ന് ഇപ്പം ടെല്ലവീവില് അല്ലെ പുതിയ യെരുശലേമില് പുതിയ ആലയം വരാൻ വേണ്ടി എല്ലാ കാര്യം റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അതിനൊരു ചുമന്ന പശുവിനെ, ദേഹത്ത് ഒരു പുള്ളി പോലും ഇല്ലാത്ത ചുമന്ന പശുവിനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാരും ചോദിക്കുക അവിടെ കെട്ടിടം പണിതോ? കെട്ടിടം പണി. ഇവരാരും എബ്രായ ലേഖനമൊന്നും കണ്ടിട്ടില്ലേ? ഇവര് എബ്രായ ലേഖനം കണ്ടിട്ടില്ലേ? എന്താ കാര്യം? ദൈവസന്നിധിയിൽ ഒരു കന്നുകാലിയെ കൊണ്ട് അറക്കുന്നതിൽ ഒരർത്ഥമില്ലെന്ന്. കാര്യം ആ മേൽതൊട്ട് അടിയോളം എന്ത് ഈ സ്വത്രം തിരശീല ചിന്തി, ആ തിരശീല രണ്ടായിട്ടും മുറിഞ്ഞത് സുവിശേഷത്തിൽ എഴുതപ്പെട്ടത് രക്ഷിക്കപ്പെട്ട നമ്മളെ അംഗീകരിക്കുന്നുള്ളൂ. യേശുക്രിസ്തു ദൈവമാണെന്ന് അംഗീകരിക്കാത്ത യഹൂദരെ സംബന്ധിച്ച് ഇനി ഒരു കന്നുകാലിയെ കൊണ്ടുവന്ന് അതിനെ നോക്കി അതിന്റെ പുരോഹിതന്മാർ അതിന്റെ മുറപ്രകാരം എല്ലാ കാര്യവും ചെയ്ത് അതിനെ അറക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനി നീ പോയി അവിടെ നിൽക്കരുത്. നിനക്ക് പുസ്തകം കൈ കിട്ടിയിട്ട് ഒരിക്കൽ പോലും വായിക്കാതെ കണ്ടിടത്തുള്ള വീഡിയോ കാണുമ്പോൾ അതിന്റെ പുറകെ ഓടിപ്പോകുന്നവനെ എബ്രായ ലേഖനം തുറന്നു വായിക്ക്. ദൈവം അവസാനിപ്പിച്ചത് പിന്നെ ആരാ പിന്നെ തുടരുന്നത്? ആത്മീകമായി മിസ്രൈമിനെ, ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന മിസ്രൈം എന്നാണ് വിളിക്കുന്നത്. ആത്മീയമായി ഇസ്രായേലിനെ മിസ്രൈം എന്നും സോദോം എന്നാണ് വിളിക്കുന്നത്. പിന്നെ എങ്ങനെ അവിടെ ദൈവികമാകുന്നത്? മനസ്സിലാക്കണമേ, ഇനി വരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരുവാനായിട്ട് നമ്മൾ കാത്തിരിക്കണം. ഇതിന്റെ ഇടയിൽ യഹൂദൻ കന്നുകാലിയെ വെട്ടുന്നു നോക്കൊണ്ടിരിക്കരുത്. ഹല്ലേലൂയ. അവിടെ വായിച്ചേ, അതിനകത്ത് പരമപ്രധാനമായ ഒരു കാര്യം വായിക്കാം. വായിച്ചേ, 10:1 വായിച്ചേ. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സദ്ഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്നാണെന്നറിയാവോ? വർഷം തോറും നടക്കുന്ന യാഗം കൊണ്ട് ആരാധന ചെയ്യുന്ന വ്യക്തിക്ക് ഹൃദയത്തിൽ പൂർണ്ണതയില്ല, ഹൃദയത്തിൽ എന്താ പറയുന്നത്, തൃപ്തിയില്ല. ഹല്ലേലൂയ, തൃപ്തിയില്ല. ആ തൃപ്തിയില്ലായി അവിടെ മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും പറയാൻ കഴിയും. നമ്മളായിരിക്കുന്നിടത്ത് വർഷം തോറും ഈ വർഷത്തെ പെരുന്നാള് അടുത്ത വർഷം ഇതിലും നല്ലതാണ്, അടുത്ത വർഷം ഇതിലും സെറ്റപ്പ് അടുത്ത വർഷം. കഴിഞ്ഞ ക്രിസ്മസിന് ഉണ്ടായിരുന്ന കുറെ പേര് ഈ ക്രിസ്മസിന് ഇല്ല, കഴിഞ്ഞ പെരുന്നാളിനുണ്ടായിരുന്ന പലരും ഈ പെരുന്നാളിന് ഇല്ല. അതൊന്നുമല്ല വിഷയം. ഈ വർഷത്തെ പെരുന്നാളിനേക്കാളും അടുത്ത വർഷം സെറ്റപ്പ് ആകണം. ഇത് എവിടുന്ന് വന്നാന്നറിയാവോ? ഇതെല്ലാം മതത്തിന്റെ അകത്തും ഉണ്ട്. ഇതുപോലൊരു മതം മാത്രമാ ഏതും ആകുന്നുള്ളൂ, ഈ യഹൂദ മതവും ആകുന്നുള്ളൂ. കാര്യം കർത്താവായ യേശു ക്രിസ്തു കഷ്ടം അനുഭവിക്കുവാൻ ഇവിടെ നിയമിക്കപ്പെടുമ്പോൾ അവന്റെ ശരീരയാഗത്താൽ യാഗങ്ങൾക്ക് പൂർണ്ണത വന്നെങ്കിൽ ഈ ലോകത്തിലുള്ള ലൗകിക ആരാധനകളും ലൗകിക യാഗങ്ങളുടെ പരിമിതികളെയാണ് ഇവിടെ എബ്രായ ലേഖനം വരച്ചു കാണിക്കുന്നത്. എന്താണ് അവിടെ വായിക്കുന്നത്? ആണ്ടുതോറും അവിടെ വായിക്കുന്നത് എന്താണ്? സ്വന്തം അതേ യാഗത്താൽ അടുത്തു വരുന്ന അടുത്ത വാക്യം. അതായത് ശുശ്രൂഷിക്കുന്നവന് ഒരിക്കൽ ശുദ്ധി വന്നതിന്റെ ശേഷം പാപങ്ങളെ കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായ്ക കൊണ്ട് യാഗം കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി എന്നറിയാവോ? ഇത് വർഷം തോറും മനസ്സില് ഇത് ചെയ്യണമെന്നുള്ള മനോബോധം വരികയാണ്. ആ മനോബോധത്തിൽ വർഷങ്ങൾ കഴിഞ്ഞു പോവുകയാണ്. എന്നാൽ അതല്ല ക്രിസ്തീയ ജീവിതം. ഒരിക്കലായി കഴിച്ച ക്രിസ്തുയേശുവിന്റെ ശരീരയാഗത്താൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. നമ്മൾ വായിച്ചു തുടങ്ങിയ എഫേസ്യ ലേഖനത്തിന്റെ അകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് ഇതിന്റെ കൂടെ ഒന്ന് വായിക്കണം. നമ്മൾ വായിച്ചു തുടങ്ങിയത് എവിടെയായിരുന്നു? ഹല്ലേലൂയ. വായിച്ചേ. വേഗം വായിക്ക. 4:17. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടന്നതുപോലെ നിങ്ങൾ ഇനി അവർ അന്ധബുദ്ധികളായി നിമിത്തം തന്നെ ദൈവത്തിന്റെ
ജീവനിൽ നിന്ന് അകന്ന്, ശ്രദ്ധിച്ചോ, ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് ശ്രദ്ധിക്കണം, ഈ മനം തഴമ്പിച്ചവരാണ് പാപികളെങ്കിൽ പാപികളായി ജീവിക്കുന്നവരുടെ മനസാക്ഷിയിൽ ഒരു ക്രിയ നടന്നിട്ടില്ല, മനസാക്ഷി ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല, മനസാക്ഷി ദൈവസന്നിധിയിൽ വിശുദ്ധമല്ലെന്ന് ഓർക്കണം. അങ്ങനെ ഇരിക്കുന്ന അവരെ പോലെ കുഞ്ഞാന്റെ രക്തത്താൽ സ്വന്തം മനസ്സിലെ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവര് അവരോടുകൂടെ സ്വന്തം സഖ്യത വരുന്നില്ല, അവരോടുകൂടെ ബന്ധം വരുന്നില്ല. അല്ലേ? ഈ വാക്യം ഇത് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത്, അവിടെ നമ്മൾ കണ്ടല്ലോ, നിങ്ങളോ യേശുവിൽ സത്യമുള്ളതിന്റെ അവനെ കുറിച്ച് ഉപദേശം കേട്ട് അവനിൽ നിന്ന് ഉപദേശം ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് അവിടെ വായിക്ക്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച്, അവിടെ വാക്യം എഴുതി വെച്ചിരിക്കുന്നു, പുതുക്കം പ്രാപിക്കുക, ആത്മാവിന്റെ പുതുക്കം പ്രാപിക്കുക. അപ്പോൾ ആത്മീക ശുശ്രൂഷയ്ക്കകത്ത് പുതുക്കമില്ല, ആത്മീക ശുശ്രൂഷയ്ക്കകത്ത് പുതുക്കമുണ്ട്, എന്നാൽ ലൗകിക ശുശ്രൂഷയ്ക്കകത്ത് പുതുക്കമില്ല. പുതുക്കുന്നത് പരിശുദ്ധാത്മാവ. പരിശുദ്ധാത്മാവിനാൽ അല്ലാത്ത യാഗങ്ങളും കർമ്മങ്ങളുടെ മേൽ ദൈവാത്മാവ് ഇടപെടുന്നില്ലെന്ന് മനസ്സിലാക്കണം. അപ്പോ വർഷം തോറും ഒരു സ്വതം ഹല്ലേലൂയ ഒരു യാഗം കഴിച്ചാൽ വർഷം തോറും ഈ വർഷത്തേക്കാൾ അധികമായി അടുത്ത വർഷം ചെയ്യണമെന്നുള്ള മനോബോധത്തിൽ നടക്കുന്ന ആരാധനക്കാരനെ സംബന്ധിച്ച് അവന്റെ മനസാക്ഷിയിൽ പൂർണ്ണ ആശ്വാസം ലഭിക്കുന്ന യാഗം അവന്റെ ആയുസ്സിൽ ഒരിക്കലും കഴിക്കാൻ കഴിയത്തില്ലെന്ന് പിടികിട്ടിയോ? ഇതാണെന്ന് സമുദായങ്ങളെല്ലാം കാണിക്കുന്നത്. ഈ വർഷത്തേക്കാൾ അടുത്ത വർഷം, അതിന്റെ അടുത്ത വർഷം, എല്ലാവരും പറയും നമുക്ക് അടുത്ത വർഷം സെറ്റപ്പ് ആകണം. കാര്യം അവന്റെ ഉള്ളിൽ ആ ആഗ്രഹം പൂർണ്ണമാകുന്നില്ല. അത് പൂർണ്ണമാക്കുവാൻ കാൽവറിയുടെ ചുവട്ടിൽ വന്ന ഒരു മനുഷ്യാത്മാവ് യേശുവിന്റെ രക്തത്താൽ അവന്റെ ഹൃദയത്തിലെ നിർജീവ പ്രവർത്തികളെ പോക്കി ശുദ്ധീകരിക്കപ്പെട്ട മനസാക്ഷിയുള്ളവന് മാത്രമാണ് ആ തൃപ്തി ലഭിക്കുന്നുള്ളൂ. അതിന്റെ 9-ാം അധ്യായം അതിന്റെ സ്തോത്രം 13-14 ഒന്ന് വായിച്ചേ. എബ്രായ ലേഖനം തൊട്ടിപ്പുറത്ത് എബ്രായ ലേഖനം 9-13-14 വേഗം വായിക്ക. 9-13-14 ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ശ്രദ്ധിക്കണേ, ആരാധനക്കാരനാകുന്ന യെരുശലേം ദേവാലയത്തിൽ ഇരിക്കുന്ന മഹാപുരോഹിത, നിന്റെ ജഡത്തിന്റെ വിശുദ്ധി കൊണ്ട് കാര്യമില്ല. മനസ്സിലാകുന്നുണ്ടോ? പുറമേ ഈ സ്തോത്രം എന്ന് മറ്റുള്ള മതങ്ങളിൽ കാണുന്ന ജഡശുദ്ധി മാത്രം, ജഡശുദ്ധി കൊണ്ട് ജഡം വീണ്ടെടുക്കുന്നില്ല. ഈ ജഡം മരിച്ച മണ്ണിൽ അടക്കപ്പെടുകയാണ്. അപ്പോൾ നീ ഏതിനായിട്ട് അധ്വാനിക്കണം? നിന്റെ ആത്മാവിനായിട്ട് അധ്വാനിക്കണം. ഇവിടെ വായിക്കുന്ന കാര്യം ശ്രദ്ധിച്ചോ? സ്തോത്രം, പഴയ നിയമപ്രകാരം നമ്മൾ ന്യായപ്രമാണത്തിന്റെ ആരാധനയിൽ പശുഭസ്മം എടുത്ത് അതെന്ത് ചെയ്യും? യാഗവസ്തുക്കളുടെ മേൽ തളിക്കും, അല്ലേ? അത് തൂളും. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അത് ജഡശുദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിരുന്നതാണ്. വായിച്ചേ. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മം. കണ്ടോ? അപ്പൊ രക്തവും പശുഭസ്മവും. അപ്പൊ ഈ ഭസ്മം എന്തിനാ ഇടുന്നത്? ശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ഭസ്മം ഉപയോഗിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇതിനൊക്കെ ഞാൻ പറയാം, ജഡിക ആരാധനയ്ക്ക് ഇതൊക്കെ പ്രാധാന്യമുണ്ട്. പക്ഷേ ക്രിസ്തു കാൽവിൽ തകർക്കപ്പെട്ടതോടുകൂടെ ഇതെല്ലാം ഇൻവാലിഡായി പോയി. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ചിലര് പറയുന്നത് ഞങ്ങൾ ഇപ്പോഴും അത് ചെയ്യുന്നുണ്ടല്ലോ, അതിനെന്നെ ഒരു കുഴപ്പമില്ല. അതിന്റെ പിന്നിലിരിക്കുന്നത് വേറെ സാധനമാണേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വായിച്ച വാക്യം ഒന്നുകൂടെ വായിച്ചേ. ഒത്തിരി വാക്യങ്ങൾ കയറി വരുന്നു. മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീകശക്തി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ വായിക്കുന്ന എന്താണ്? അവിടെ വായിക്കുന്നത് ഈ പറയുന്ന ലൗകിക ആരാധനയ്ക്കകത്ത് പൂർണ്ണതയില്ല.
ഈ പൂർണ്ണത വരുന്നത് യേശുവിന്റെ രക്തത്താലാണ്. യേശുവിന്റെ രക്തത്താലാണ്. ഇതിവിടെ വായിക്കും. എനിക്ക് വേറെ ഒത്തിരി വാക്യങ്ങൾ കയറി വരുന്നു, ഇതൊക്കെ എടുക്കാൻ പോയാൽ നമുക്ക് പറ്റത്തില്ല. എങ്കിലും സ്വന്തം നമ്മളിവിടെ ഭാഗം നമ്മൾ ചിന്തിച്ചേ, അവിടെ വായിക്കുന്ന സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്ന് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെ കാലുകളുടെയും രക്തവും പാലിപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുവത്മ ജഡീശുദ്ധി വരുത്തുന്നെങ്കിൽ നിത്യാത്മാവിനാൽ അപ്പൊ ക്രിസ്തു അർപ്പിച്ചത് എന്താണെന്ന് മനസ്സിലായോ? എന്താ അർപ്പിച്ചേ? ദൈവത്തിന് തന്നെത്താൻ നിത്യാത്മാവിനാൽ. നമുക്കറിയത്തില്ല അത്. ക്രിസ്തുവിന്റെ ആത്മാവ് നിത്യാത്മാവാണ്, നിത്യജീവന്റെ ആത്മാവാണ് ക്രിസ്തുവിലിരിക്കുന്നത്. ആ ആത്മാവ് കൊണ്ട് പിതാവായ ദൈവത്തെ സ്തോത്രം ഹല്ലേലൂയ മഹത്വപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ സ്തോത്രം നിത്യാത്മാവിനാൽ ക്രിസ്തുവിന്റെ നിഷ്കളങ്കത്വ രക്തം സ്തോത്രം പൂർണ്ണ തോതിൽ പിതാവിന് അർപ്പിക്കണം. ഇതൊരു മനുഷ്യനെ കൊണ്ടും പറ്റില്ല. പറ്റുമോ? വിളിച്ചോണ്ട് വാ. എല്ലാ തലമുറകളും മരണം കാണാത്ത ഒരുത്തനെ വിളിച്ചോണ്ട് വാ. തേജസ്സുള്ള ശരീരമുള്ളവരെ വിളിച്ചോണ്ട് വാ. ഹല്ലേലൂയ സ്തോത്രം. ജീവാരംഭവും ജീവാവസാനവും ഇല്ലാത്ത ഒരുത്തനെ വിളിച്ചോണ്ട് വാ. അതാണ് അതിന് മർമ്മം, അല്ലേ? ആ ക്രിസ്തു ആരാ? നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. കണ്ടോ? അപ്പോൾ മനസ്സിലാക്കണം, ഇതിൽ നിന്ന് മോചനം ലഭിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത മനസ്സിലാക്കണം. നമുക്ക് തൃപ്തി ലഭിച്ചത് അകത്താ. അതുകൊണ്ട് ഇന്ന് ഒരു പെരുന്നാൾ കണ്ടാൽ നമ്മൾ അയ്യോ അവിടെ ഒന്ന് നിന്നാൽ എങ്ങനെയാ, നേർച്ച കൊടുക്കുന്നിടത്ത് ചെല്ലുമ്പോ അയ്യോ നമുക്കും കൊണ്ട് ഒരു 10 പൈസ ഇട്ടാൽ എങ്ങനെയാ തോന്നുന്നുണ്ടോ? ഇല്ല. അതെന്നാ സംഭവിച്ചേ? അകത്ത് യേശുവിന്റെ രക്തം ഒഴുകി ഇറങ്ങി. അകത്ത് ക്രിസ്തുവിന്റെ രക്തം ഒഴുകി ഇറങ്ങി. അപ്പൊ എന്ത് പറ്റി? നമ്മളുടെ മനസാക്ഷിയെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്ന ചില പാപപ്രവൃത്തികൾ നമ്മുടെ മനസാക്ഷിയെ വിട്ടുപോയപ്പോൾ നമ്മുടെ ആ മനസാക്ഷിക്ക് ആശ്വാസവും നിത്യസമാധാനവും കൈവന്നു കൃപയാൽ. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ കൃപ ലഭിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമുക്ക് ഇപ്പോ വർഷം തോറും ഈ ക്രിസ്മസിനേക്കാൾ അടുത്ത ക്രിസ്മസ് സെറ്റപ്പ് ആകണം, ഈ വർഷത്തെ പെരുന്നാളിനേക്കാൾ അടുത്ത പെരുന്നാള് സെറ്റപ്പ് ആകണം. അങ്ങനെ ഒരു നേർച്ചകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുവാൻ ഒരു രക്ഷിക്കപ്പെട്ട ദൈവം ഒരു പെന്തക്കോസുകാരൻ തയ്യാറാകത്തിന് കാരണം യേശുവിന്റെ പൂർണ്ണത വന്ന രക്തം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ പള്ളിയും പട്ടക്കാരെയും വിട്ടപ്പോൾ അത് വിട്ടു, പുറകെ പോയി അന്വേഷിച്ചില്ല. ഹല്ലേലൂയ. പള്ളിയും കാര്യങ്ങളും അന്വേഷിച്ചു വരുമ്പോ പിന്നെ അവിടെ പോയി ഒരു ദിവസം കൂടിയാലെന്ന് തോന്നിയിട്ടില്ല. കാരണം എന്നാ? അകത്ത് വന്ന രക്തം നമ്മൾക്ക് അതിൽ നിന്ന് മോചനം നൽകി. ഇതാണ് എന്ത് സംഭവിച്ചു. അകത്ത് യേശുവിന്റെ രക്തം ഇറങ്ങി വന്നു. തഴമ്പിച്ച മനസ്സ് മാറി മാംസളമായ ഹൃദയം ലഭിച്ചു. തഴമ്പിച്ച ഹൃദയം പറയും അടുത്ത വർഷം ഇതിലും നല്ലത്, അടുത്ത വർഷം ഇതിലും നല്ലത്. എന്താ ഇതിന്? ലോകത്തിലെ മതങ്ങളുടെ പൊള്ളത്തരം ഇതാണെന്ന് ക്രിസ്തു വചനത്തിലൂടെ തുറന്നു കാണിച്ചു. കാര്യം വർഷം തോറും സ്വസ്ഥതയില്ലാതെ അടുത്തടുത്ത വർഷങ്ങളിൽ ഇതിൽ ശ്രേഷ്ഠമായത് വേണമെന്ന് പറയുന്ന മതങ്ങളെല്ലാം യഹൂദ മതം ഇൻക്ലൂഡിങ് യഹൂദ മതം ഉൾപ്പെടെ വരുന്നത്. മതത്തിന്റെ അവസ്ഥകളെ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ തിരശീല ഇട്ടുകെട്ടോ. ഹല്ലേലൂയ. യെരൂശലേം ദേവാലയത്തിൽ മേൽതൊട്ട് അടിയോളം ചിന്തിയിട്ട് സ്വർഗത്തിലെ ദൈവം മതങ്ങളുടെ പ്രസ്ഥാനത്തെ അവിടെ കൊണ്ട് തിരശീല ഇടുക ചെയ്തത്. എന്നിട്ട് ക്രിസ്തുവിന്റെ പുതിയ നിയമത്തിന്റെ രക്തത്തിന്റെ പദ്ധതി ആരംഭിച്ചു. വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് യേശുവിന്റെ രക്തം ഒഴുകി ഇറങ്ങിയോ. ആ രക്തം അവന്റെ ഹൃദയത്തിൽ തൃപ്തി നൽകി. അങ്ങനെയല്ല അവിടെ വായിച്ചേക്കുന്നത്. അവിടെ വായിക്കുന്ന എന്താണ്? സ്തോത്രം. അത് നിമിത്തം നിഷ്കളങ്കനെ അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷി നിർജീവ പ്രവൃത്തികളെ പോക്കി അത്രയധികം. ആമേൻ. അതുകൊണ്ട് നമ്മൾ അതിന്റെ കൂടെ വായിക്കണം 10-ാം അധ്യായത്തിൽ തൊട്ടിപ്പുറത്ത് വരുമ്പോൾ ഇവിടെ വായിക്കുന്നതിന് അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന്റെ ശേഷം പാപങ്ങളെ കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായിക്കൊണ്ട് യാഗം കഴിക്കാൻ നിന്നു പോവുകയില്ലയോ? പക്ഷെ നിന്നു പോകുന്നില്ലല്ലോ. 2000 വർഷം മുമ്പ് സ്തോത്രം ഹല്ലേലൂയ ഈ പറഞ്ഞ സ്തോത്രം കാളയെ അറുത്ത യഹൂദന്മാര് 2000 വർഷം ശേഷം അതേ യെരൂശലേം ദേവാലയം പണിതിട്ട് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ഒരാലയം ഉണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് പുതുതായിട്ട് കന്നുകാലി അറുക്കാൻ പോവുകയാണ്. കാരണം എന്നാ?
2000 വർഷമായിട്ട് ആശ അകത്തുനിന്ന് പോയിട്ടില്ല. ഈ നമ്മളുടെ ഉള്ളിൽ ആശയില്ലാത്തതിന് കാരണം തന്നെ അകത്ത് ഒരു വസ്തു വന്നു. അതെന്താണ്? ഭൂലോകത്തെക്കാൾ വിലയേറിയ യേശുവിന്റെ രക്തം ഒഴുകിയത് കൊണ്ടാണ് വീണ്ടും അതിലേക്ക് ചിന്തിക്കാത്തത്. പണ്ട് കാണുന്ന നേർച്ചക്കുട്ടി, കാണുന്ന കുറ്റിയുടെ മുമ്പിൽ എല്ലാം കൊണ്ട് 1 രൂപ 2 രൂപ 10 രൂപയൊക്കെ ഇട്ടിട്ട് പോവായിരുന്നു. ഇപ്പൊ അത് കണ്ട അവിടെ പട്ടി മുള്ളുന്ന പോലും നമ്മൾ പോലും നോക്കുന്നില്ല. ആ അവസ്ഥയിലാണ്. എന്നാ കാരണം എന്താണ്? ഇത്രയും കട്ടിയായിട്ട് പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ജീവിതത്തിൽ ദൈവം എന്ന രക്ഷയെ ഓർക്കുമ്പോൾ, പഴയ മനുഷ്യൻ ചെയ്തതെല്ലാം ഓർക്കുമ്പോൾ ലജ്ജ തോന്നുക. ലജ്ജ തോന്നേ അല്ലേ? ദൈവം എവിടെയാ? ഓരോ നേർച്ചക്കുറ്റിക്കകത്താണോ ദൈവം ഇരിക്കുന്നേ? ഹല്ലേലൂയ. അപ്പൊ മനസ്സിലാക്കണമേ, സ്വന്തം വിശുദ്ധ ജീവിതം ഇതല്ല, വീണ്ടും ജനനത്തിന്റെ അനുഭവം ഇതല്ല. കർത്താവ് ഇതെല്ലാം ഒരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് പറയുന്നു, അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന്റെ ശേഷം പാപങ്ങളെ കുറിച്ചുള്ള മനോബോധം പിന്നെ ഇല്ലായക കൊണ്ട് യാഗം കഴിക്കും നിന്നു പോകുകയില്ലോ. ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാപങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു. ശരിയല്ലേ? വർഷം തോറും അല്ലേ എല്ലാ ജാതികളുടെ വഴിപാടുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ മതങ്ങളും വർഷം തോറും ഓരോ ആചാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? കൃത്യം ആ ടൈമും സമയവും ആകുമ്പോ, അല്ലെ ഡേറ്റും ടൈമും ആകുമ്പോൾ അവരാ ആചാരത്തിലേക്ക് അവർ പ്രവേശിക്കുക. ഇത് വലിയ അതിശയമല്ല, എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ? മതങ്ങൾ നിലനിൽക്കുന്നത് ഇങ്ങനെ വർഷം തോറുമുള്ള ആ അനുഷ്ഠാനങ്ങളിലാണ് മതങ്ങൾ നിലനിൽക്കുന്നത്. ആ കാലവും സമയവും ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ കൊണ്ടുവരും. ഓരോ പുതിയ വർഷങ്ങൾ പുതിയ കുറെ ഉദ്ധാരണങ്ങളും നവീനമായ കുറെ കാര്യങ്ങളും പുറമെ കൊണ്ടുവന്ന് അത് വലിയ പിൽഗ്രിംസ് ആയിട്ട് മാറിക്കൊണ്ടായിരിക്കുന്നത്. നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ദേശം കണ്ടാൽ പ്രത്യേകത തോന്നുവോ? ഇന്ന ഇടത്ത് ചെന്നാൽ നല്ലതാ, ഇന്നടത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ നല്ലതാ, അങ്ങനെ വല്ല ചിന്തയുണ്ടോ? ഒരു കാര്യമില്ല. ഇനി ഇവിടുന്ന് യെരുശലേമിൽ ചെന്നാലും കർത്താവിന്റെ കല്ലറയ്ക്കത് എന്ന് നോക്കിയാൽ അവൻ എവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റെന്നാ പറഞ്ഞേക്കുന്നത്. ഇതും വായിച്ചിട്ട് വന്നിട്ട് വീണ്ടും അടുത്ത ഉണ്ണിയേശുവിനെ ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കുകയാണ്, അല്ലേ? അതുകൊണ്ട് ഇതൊക്കെ മാറണം. ഹല്ലേലൂയ. ഇതൊക്കെ മാറിയെങ്കിലേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ മനസ്സിലാക്കണം, പിന്നെ ഇതിനൊക്കെ കേൾക്കുന്ന ആരാ? ഈ യാഗങ്ങൾക്കൊക്കെ വിരാമം ഇട്ടെങ്കിൽ ഒന്ന് വായിച്ച ഭാഗം വായിക്കുമ്പോൾ അതിന്റെ 3-ാം വാക്യം 10:3 മുതൽ വായിച്ചേ. ഇപ്പോഴോ കണ്ടോ? അവയാൽ കണ്ടോ? അവയാൽ എത്ര വാക്യം? 4-ാം വാക്യല്ലേ? അപ്പോൾ ശ്രദ്ധിക്കണം, മതങ്ങളുടെ ഈ യഹൂദ മതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് വർഷം തോറും പാപത്തിന് പരിഹാരത്തിനായിട്ട് യാഗം കഴിക്കണം. എന്നാൽ ക്രിസ്തു കാൽവറിയിൽ തകർക്കപ്പെട്ടതോടുകൂടെ ഇത് അവസാനിച്ചു. ആ മനുഷ്യന് വേണ്ടി പാപം പരിഹരിക്കാനായിട്ട് മൃഗവുമായിട്ട് പോകുന്ന ആ സിസ്റ്റം അവസാനിപ്പിച്ചു. ഇന്ന് കേരളത്തിൽ അല്ലേ വന്ന് മൃഗത്തെ ബലി കഴിക്കുന്ന പലയിടവും ഉണ്ട്. ഇപ്പൊ വന്ന് ചിലയിടത്തൊക്കെ കേൾക്കുന്ന കാര്യമാണ്, എന്താ മനുഷ്യനെയും പിടിച്ച് കൊല്ലുന്ന ഇടമുണ്ടെന്ന്. എന്താ കാര്യം? ഇതിനെ മനസ്സിലാക്കണേ. ഇത്രയും വലിയൊരു സത്യം, രക്ഷിക്കപ്പെട്ട് നിന്റെ മനസ്സിൽ ആശ്വാസം കിട്ടേണ്ടതിന് നീ മനുഷ്യനെ പിടിച്ച് കൊന്നാലൊന്നും ആശ്വാസം കിട്ടത്തില്ല. വീണ്ടും പാപബോധം വർദ്ധിക്കുകയുള്ളൂ. ഇതാണ് സുവിശേഷത്തിന്റെ പ്രത്യേകത. നിന്റെ പാപം ഏറ്റുപറഞ്ഞ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. നിന്റെ പാപത്തെ ഏറ്റുപറയണം, മാനസാന്തരപ്പെടണം. സ്നാനപ്പെട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്നവന്റെ മേൽ ദൈവം പരിശുദ്ധാത്മാവിനെ തരും. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ നീ നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. നിന്റെ ജീവിതത്തിൽ ഒരു കുറവ് നീ ഏറ്റുപറയുമ്പോൾ കർത്താവിന്റെ രക്തത്താൽ വീണ്ടും അതിനെ കഴുകുവാൻ ഇടയായി തീരും. അപ്പൊ ചോദിക്കുന്നത്, അപ്പോൾ പിന്നെ വർഷം തോറും നടത്തുന്ന യാഗങ്ങളും ഇന്ന് കാണുന്ന പെരുന്നാളുകളും പരിപാടികളും സെറ്റപ്പുകളും ഇഷ്ടംപോലെ കാണുന്നില്ലേ? ഇതപ്പോ ആരോടാ ചെയ്യുന്നേ? വ്യക്തമായിട്ട് അതിനും വാക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചേ. 1 കൊരിന്ത്യർ 10:19. വിഗ്രഹാർപ്പിതം വല്ലതുമാകുന്നു എന്നോ വിഗ്രഹം വല്ലതുമാകുന്നു എന്നോ അല്ല, ജാതികൾ ബലി കഴിക്കുന്നത്
ശ്രദ്ധിക്കണേ. അപ്പോ ഇന്ന് എവിടെയെങ്കിലും കർത്താവായ യേശു ക്രിസ്തു പാപത്തിന് പരിഹാരം വരുത്തി സ്തോത്രം, അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് മരിച്ച് അവൻ സ്വർഗത്തിലേക്ക് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ രക്ഷയ്ക്കുള്ള ഏക വഴി യേശു ക്രിസ്തുവിന്റെ മാത്രമേ ഉള്ളൂ. ആ വഴി മാത്രമാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ആ വഴിയല്ലാതെ ആരെങ്കിലും ഒരു 10 പൈസ നേർച്ചക്കുറ്റിക്കേട്ട് എറിഞ്ഞ അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് വരുന്നത് ക്രിസ്തു അല്ല. കണ്ടോ, ഭൂതങ്ങൾക്ക്. അപ്പോൾ ഈ നേർച്ച കാഴ്ചകളെല്ലാം സ്വീകരിച്ച് ഇറങ്ങി വന്ന് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും അത്ഭുതം ചെയ്യുന്നവന്റെ ഒക്കെ പേരെന്താണ്? ഭൂതങ്ങൾ ഇത് ചെയ്യും. അപ്പൊ ചിലര് പറയുന്നത് എന്നാന്നറിയാവോ, ഞങ്ങൾ യേശുവെ നല്ല വിളിച്ചെന്ന്. എടാ മകനെ, നീ വിളിക്കുന്നിടത്തൊക്കെ വരാനിരിക്കുകയാണോ കർത്താവ്? കർത്താവ് ആരാണെന്ന് തിരുവെഴുത്ത് പറഞ്ഞിട്ടുണ്ട്. ആ തിരുവെഴുത്ത് വായിച്ച് അത് അനുസരിച്ച് കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കണം. ആദ്യം ദൈവപുത്രനെ അനുസരിച്ച് നിന്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് നീ മാനസാന്തരപ്പെടണം, വീണ്ടും ജനിക്കണം. അങ്ങനെ വീണ്ടും ജനിച്ച നിന്റെ ഹൃദയത്തിലെ പാപങ്ങളെ കർത്താവ് ക്ഷമിച്ച് നിന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. ആ ശുദ്ധീകരിക്കപ്പെട്ട് നീ പിന്നീട് നേർച്ച കഴിച്ചാലും ആഭിചാരം ചെയ്യാനും മന്ത്രവാദം ചെയ്യാനൊന്നും പോകത്തില്ല. ഈ മന്ത്രവാദം ചെയ്യുന്ന ആഭിചാരത്തിന്റെ പിന്നാലെ പോകുന്നതിന്റെ അവന് സ്വസ്ഥതയില്ല. സ്വസ്ഥതയില്ലാത്തൊരു കാരണം എന്നാ? സ്വസ്ഥതയുടെ വഴി ക്രിസ്തു മാർഗം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. സ്വസ്ഥത കിട്ടാൻ മനുഷ്യന്റെയോ അല്ലെങ്കിൽ മൃഗങ്ങളുടെയോ പ്രാണനെ എടുത്താൽ സമാധാനം കിട്ടുമെന്ന് പഠിപ്പിക്കുന്ന എല്ലാ അറിവും തെറ്റാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ വിളി കേട്ട് വരുന്ന ആരാന്നാ പറഞ്ഞേക്കുന്നത്? അവിടെ വായിക്കുന്ന എന്താണ്? വായിച്ചേ. ബലി കഴിക്കുന്നത് കേൾക്കണം, ഇത് ദൈവത്തിനല്ല. ഒരു നേർച്ചക്ക് പൈസ എടുക്കാൻ ക്രിസ്തു വരുന്നില്ല. ഒരു പള്ളിക്കകത്തും കയ്യും കാലും പൊക്കിപ്പിടിച്ചോണ്ട് കർത്താവ് നിൽപ്പില്ല. അവിടെയൊക്കെ ആ രൂപത്തിന്റെ പിന്നിലും ഈ വിശ്വാസത്തിന് പിന്നിലൊക്കെ വ്യാപരിക്കുന്നത് ഭൂതാത്മാക്കളാണ്. എങ്ങനെ തിരുവെഴുത്ത് പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. കാര്യം പാപമനുഷ്യൻ വിളിക്കുമ്പോൾ അവന്റെ ആവശ്യം നടത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ക്രിസ്തുവിനില്ല. ഉണ്ടോ? നീ നിന്റെ പാപം ഏറ്റു പറഞ്ഞ് മാനസാന്തരപ്പെട്ട് പാപം ഏറ്റു പറയണം. അവിടെ മുതൽ നീ ദൈവവൈതലായി തീരണം. ദൈവവൈതലാണെങ്കിൽ മാത്രമേ ദൈവം പൈതലിന്റെ വാക്ക് കേൾക്കത്തുള്ളൂ. അല്ലേ? ദൈവമക്കളുടെ വാക്ക് പിതാവ് രക്ഷകനാകുന്ന കർത്താവ് കുഞ്ഞുങ്ങളുടെ വാക്കേ കേൾക്കത്തുള്ളൂ. അല്ലേ? നീ ദൈവവൈതലായി തീരണം, അല്ലെങ്കിലോ നീ പാപിയാണ്. ചിന്തിക്കണം. ഒരു രൂപം ഉണ്ടാക്കി സ്വതന്ത്രം ജൽപ്പനം ചെയ്ത കർത്താവ് കേൾക്കുന്നില്ല. ഒത്തിരി പേര് പറയുന്നു, ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ ഞങ്ങളുടെ കാര്യം നടന്നല്ലോ, ജോലി കിട്ടിയല്ലോ, വീട് വെച്ചല്ലോ, വിസ കിട്ടിയല്ലോ, മക്കളുടെ കാര്യമെല്ലാം നടന്നല്ലോ. അതല്ലേ യേശുവല്ലേ എന്ന്. ഭൂതാത്മാവാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെയാ, ഭൂതങ്ങൾക്കാണ് ആ ബലി കഴിക്കുന്നത്. അപ്പൊ അവ ചെയ്തു തരും. തീർച്ചയായിട്ടും ഭൂതാത്മാക്കൾ ചെയ്തു തരും. നിന്റെ ഭൂമിയിലെ ഏത് ആവശ്യവും ഭൂതങ്ങൾ ചെയ്തു തരും. അല്ലേ? കാര്യം ഈ കല്ല് അപ്പമാകുവാനും ഇതിന് ചെയ്യുക അത് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാ, ദൈവസന്നിധി എന്ന് പറയും ഇന്ന ഇന്ന വ്യക്തികൾ സ്വന്തം നിന്റെ പേര് വിളിക്കുന്നുണ്ട്, പക്ഷേ നീ ആരാണെന്ന് സാത്താൻ അറിയാം. മനസ്സിലാക്കണേ, രക്ഷിക്കപ്പെടാത്തവൻ കർത്താവിനെ അറിയുന്നില്ല അധികം. നീ അറിയാതെ സേവിക്കുന്ന ഭൂതങ്ങൾക്കറിയാം ക്രിസ്തു ആരാന്ന്. വായിച്ചേ. ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിനല്ല, ഭൂതങ്ങൾക്ക് കഴിക്കുന്നു എന്നത്രേ. എന്നാൽ നിങ്ങൾ ഭൂതങ്ങളുടെ കൂട്ടാളികളാകുവാൻ എനിക്ക് മനസ്സില്ല. ഇവിടെ നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് മറ്റൊരു ഭാഗം കൂടെ വായിക്കും. 8-ാം അധ്യായം എടുത്തേ. അതിന്റെ 4-ാം വാക്യം, 8-ന്റെ 4-4-5. വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ. ശ്രദ്ധിച്ചേ, ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എന്താണെന്നറിയാവോ? ഇപ്പുറത്ത് പറയുന്നു, നമ്മൾ ഈ കഴിക്കുന്ന യാഗങ്ങളൊക്കെ അല്ലെ കഴിക്കുന്ന സ്തോത്രം ബലികളൊക്കെ ആർക്കാവുന്നു? ഭൂതങ്ങൾക്കാകുന്നോട് പറയുന്നത്. ജാതികൾ ബലി കഴിക്കുന്നത് ദൈവത്തിലല്ല ഭൂതങ്ങൾക്കാകുന്നു എന്ന് അതിന്റെ 10-ാം അധ്യായത്തിൽ പറയുമ്പോൾ 8-ാം അധ്യായത്തിന്റെ അത് പറയുന്ന കാര്യം കേട്ടോ. അവിടെ വായിക്കാം 4-ാം വാക്യം. വിഗ്രഹാർപ്പണം തിന്നുന്നതിനെ കുറിച്ച് ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും
കണ്ട, ഏക സത്യം, അതിന് രക്ഷയ്ക്ക് ഒരു മാർഗമേ ഭൂമിയിലുള്ളൂ. അത് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ. വേറൊരു വഴിയില്ല, വേറൊരു വഴി ഇല്ലേ ഇല്ല. യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. അങ്ങനെ വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കണം, അവിടെ പറയുന്ന പദം ശ്രദ്ധിച്ചോ, പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ, അല്ലേ? അവിടെ വായിക്കുന്ന ആ വാക്യത്തിന്റെ യഥാർത്ഥ അർത്ഥം എന്നാണ്? അവിടെ വായിക്കുന്ന എന്താണ്? So for even if there are so called gods whenever in heaven or earth. അപ്പോൾ അവിടെ ഗോഡ്സ് എന്ന് കൊടുക്കുന്ന സ്മോൾ ലെറ്റർ ജി അല്ലേ? ദൈവങ്ങളാ, ദേവന്മാരാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, പല ദേവന്മാരുണ്ട്. ലൂസിഫറിന്റെ കൂട്ടത്തിൽ ഒത്തിരി ദൂതഗണങ്ങൾ വീണുപോയവരുണ്ട്. അവരെ എല്ലാം ദേവന്മാരായിട്ട് ഭൂമിയിൽ സേവിക്കുന്നുണ്ടെന്ന്, അവര് വരുന്നുണ്ടെന്ന്. അവനെ പേര് വിളിക്കുന്നവരുടെ അടുക്കൽ വന്ന അവരാഗ്രഹിക്കുന്ന കാര്യം ചോദിക്കുന്നുണ്ട്. ഈ ആയുസ് തീർന്ന അവര് സേവിച്ചതിന്റെ കൂടെ ഇവര് പോകേണ്ടതായിട്ടും വരും, അല്ലേ? നല്ല പ്രായം മുഴുവനും ഓരോ ദൂതന്മാരെ വിളിച്ച് കാര്യങ്ങൾ നടത്തും. അവൻ മരിക്കാറാവുമ്പോ അവൻ അതുവരെ സേവിച്ച സാധനം അവനെ വിളിക്കാൻ വരും. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ പോകാനിരിക്കുന്നത് നിത്യ ഗന്ധം കത്തുന്ന തീപ്പൊയ്കയിലേക്കാന്ന് അറിയുമ്പോഴത്തേനും, നരകത്തിലേക്കാന്ന് മനസ്സിലാകുമ്പോൾ, യാതനാ സ്ഥലത്തിലേക്കാന്ന് മനസ്സിലാകുമ്പോൾ നിലവിളിക്കും, ഇവന് പോകണ്ട. കാര്യം ഭൂമിയിൽ ഇവന്റെ പാപ സ്വഭാവത്തെ, ഇവന്റെ താല്പര്യങ്ങളെ സൂക്ഷിക്കാനാണ് ഇവൻ ഈ ദേവന്മാരെ വിളിച്ച്, ഈ ദൂതന്മാരെ വിളിച്ച് കാര്യങ്ങൾ നടത്തിയത്. പക്ഷെ അവനോടുകൂടെ ജീവിക്കാൻ കൊള്ളത്തില്ലെന്ന് ഇവൻ അറിയാമെങ്കിലും അവൻ അവസാനം വരെ പിടിച്ചു നിൽക്കും. പക്ഷെ നിന്റെ പ്രാണൻ പോകുമ്പോഴാണ് നീ അറിയുന്നത് അതിന്റെ വ്യത്യാസം. ഹല്ലേലൂയ. ഇവരെ വിളിക്കാനായിട്ട്, ഈ സാധനങ്ങൾ പിടിക്കാനായിട്ട് വരുമെന്ന് പറയാൻ ഒത്തിരി ഭാഗങ്ങളുണ്ട്, നമ്മളൊന്നും എടുക്കാൻ സമയമില്ല. അവിടെ അടുത്ത വാക്യം എന്താ വായിക്കുന്നത്? പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ. അടുത്ത വാക്യം, എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിന് കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതിനുമാകുന്നു. യേശു ക്രിസ്തുവിനെ ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും അവൻ മുഖാന്തരം നമുക്കും ആകുന്നു. കണ്ടോ? അപ്പോൾ ഇത്ര അതിശയകരമായ ബന്ധമാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ട് ജാതികളെ പോലെ നടക്കുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ജാതികളുടെ വ്യർത്ഥമായ വഴികളെ വിട്ട് നമ്മൾ സ്വത്രം ആളുകൾ വേർപെട്ട് ജീവിക്കുവാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നതിന് കാരണം ഈ മനസാക്ഷി, ആളുകളെ മനസ്സ് തഴമ്പിച്ചു പോയവര്, അവരെ കുറിച്ച് ഇവിടെ വായിക്കുന്ന, നമ്മൾ വായിച്ചു തുടങ്ങിയ 4-ാം അധ്യായം അതിന്റെ 17-ാം ഭാഗം. ആകയാൽ കർത്താവിൽ സാക്ഷി വെച്ച് പറയുന്നത്, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് നിങ്ങൾ നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയ കാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ഈ വചനപ്രകാരം സകല അശുദ്ധിയും പ്രവർത്തിക്കുവാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിക്കുന്ന ഏതൊരു ജാതീയ അനുഭവത്തിലിരിക്കുന്ന ഒരു വ്യക്തിയും മനസ്സിലാക്കണം, അവൻ അവന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഭൂതങ്ങൾക്ക് ബലി കഴിക്കുന്നുണ്ട്. അത് ക്രിസ്തുവിനല്ല. ജാതികൾ ബലി കഴിക്കുന്നത് ഭൂതങ്ങൾക്കത്രേ. മനസ്സിലാക്കണം. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വരാത്ത ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയും അവന്റെ അപേക്ഷയും ചെല്ലുന്നത് ദുർഭൂതങ്ങളുടെ മുമ്പിലാണെന്ന് അപ്പോസ്തലനായ പൗലോസ് വരച്ചു കാണിക്കുമ്പോൾ, ഇന്ന് പകൽവേളയിൽ നമ്മെ പാപത്തിന്റെ അളവിയാസത്തിൽ തടവറയിൽ നിന്ന് രക്ഷിച്ച് നിത്യജീവനെ നൽകി നമ്മുടെ അകൃത്യങ്ങളെ മോചിച്ച് യേശുവിന്റെ രക്തത്തെ നമ്മുടെ മനസ്സാക്ഷിയെ കഴുകി വെടിപ്പാക്കി ദൈവമക്കളെന്ന ഇത്ര ഭാഗ്യകരമായ പദവിയെ തന്നെങ്കിൽ നമ്മൾ അത് അലക്ഷ്യമാക്കരുത്. ദൈവകൃപയിൽ നമ്മൾ വളരുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ആരും നമ്മളെ വ്യർത്ഥ വാക്കുകളാൽ ആരും നമ്മളെ ചതിക്കുവാൻ ഇടയാക്കരുത്. ദൈവത്തിന്റെ ആത്മാവിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നമ്മൾ കൃപയിൽ ഇരിക്കുവാൻ ഇടയാകട്ടെ എന്ന് 30-ാം വാക്യം വായിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ നിങ്ങളുടെ വീണ്ടെടുപ്പിൻ നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. മനസ്സിലാക്കണം, ജാതികൾ, പാപികൾ നാശത്തിലേക്ക് പോകുമ്പോൾ രക്ഷിക്കപ്പെട്ടവനെ സ്വർഗത്തിലെ
ദൈവം പരിശുദ്ധാത്മാവിന് മുദ്ര വെച്ച് അതായത് വിശുദ്ധിയുടെ മാർഗത്തിൽ നടക്കുകയാണ്. അതുകൊണ്ട് ജാതീയ സ്വഭാവങ്ങൾ മനസ്സിലേക്ക് വന്നാൽ അതിനെ ശാസിക്കണം. ജാതീയ സ്വഭാവങ്ങളും വഴികളും ഉപേക്ഷിച്ചതും വിട്ടുകളഞ്ഞതോ നിന്റെ ജീവിതത്തിലേക്ക് വന്നതിനെ ശാസിക്കുവാൻ ഇടയാകുമ്പോൾ സ്വർഗത്തിലെ ദൈവം നിന്റെ മേൽ തന്റെ കൃപ പകർന്നുകൊണ്ട് നിന്നെ ബലപ്പെടുത്തുവാൻ ഇടയാകും. ഇന്ന് പകൽ നേരം ഈ വചനങ്ങൾ സ്വർഗം നിന്നെ ബലപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോട് കൂടി ആയിരിക്കാം. അതിശയകരമായ ഒരു വചനം